ഗവേഷണ പ്രശ്നങ്ങളും എന്നുള്ളതാണ്. അതായത് ഈ പ്രബന്ധ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് സെഷനിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളുണ്ടെന്നാണ് അർത്ഥം. ഗവേഷണ പ്രശ്നം എന്ത് എന്നുള്ളതും പിന്നെ സമകാലിക ഗവേഷണ പ്രശ്നങ്ങൾ എന്ത് എന്നുള്ളതുമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്കഷന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് പോകാം. ഇതില് ഇപ്പോ നമ്മൾ ഗവേഷണ പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഗവേഷണം ചെയ്യുന്നവരാണ്. ഗവേഷണ പ്രശ്നം എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ? നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഒക്കെ കുട്ടികൾ ഗവേഷണം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് എന്റെ പ്രശ്നം നമ്മൾ ചോദിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ല, ഗവേഷണം ചെയ്യണം, അതാണ് നമ്മുടെ പ്രശ്നം എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ചോദിക്കും, അല്ല നിനക്ക് എന്താണ് നിനക്ക് എന്ത് വിഷയത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ പറയും വിഷയം നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഗവേഷണം ചെയ്യാൻ തീരുമാനിക്കുകയും പിന്നീട് ഗവേഷണ പ്രശ്നത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ രീതി. അതിൽ തെറ്റൊന്നുമില്ല, കാരണം നമ്മൾ അത്രത്തോളം വ്യക്തമല്ലാത്ത ഒരുപാട് ഗവേഷണ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. പിന്നെ അത് നമ്മൾ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സാധാരണ ഗവേഷണത്തിലെ ഏറ്റവും ആദ്യത്തതും അല്ലെ ഏറ്റവും അനിവാര്യവുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഗവേഷണ പ്രശ്നം എന്ന് പറയുന്നത്, റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കാര്യം. എന്നാൽ സാധാരണ നമ്മൾ അത്രത്തോളം അതൊരു അഡ്രസ് ചെയ്യാത്ത ഒരു കാര്യവുമാണ്. നമ്മളിവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറയുന്ന ഗവേഷണത്തിലെ എന്താണ് കണ്ടുപിടിക്കുന്നത്, ഗവേഷണത്തിന്റെ സവിശേഷത എന്ത്, അക്കാദമിക് ഗവേഷണ പ്രശ്നങ്ങൾ എന്തായിരിക്കണം, അതിന് എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു ഇത് എഴുതിയ ഒരു ആർട്ടിക്കിൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് കാണും. നിങ്ങൾ നോക്കാൻ സൗകര്യമുള്ളവരൊന്ന് നോക്കുക. കാരണം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ കൂടി മനസ്സിലാക്കാൻ എളുപ്പമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് ഒന്ന് നോക്കാൻ കഴിയുന്നവരൊന്ന് നോക്കുക. ഇതില് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ അവരവരുടെ വിഷയത്തിലെ ഗവേഷണ പ്രശ്നം എന്താണ് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ജിനു, പറയാൻ പറ്റുമോ? പറ്റുമോ? അതായത് അവരവരെടുത്തിരിക്കുന്ന ഗവേഷണ ശീർഷകമുണ്ടല്ലോ, അതിലേക്ക് നയിച്ച ഗവേഷണ പ്രശ്നം എന്താണ്, നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജിനുവിന് അത് പറയാൻ പറ്റുമോ? ആരുമില്ല അല്ലേ? ആരും കേൾക്കുന്നില്ല എന്ന് അർത്ഥം ആണോ? റോബോട്ടൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് തുടങ്ങേണ്ടതായിരുന്നു അല്ലേ? എന്തായാലും ഈ ഗവേഷണ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഇതിന്റെ ആമുഖമായിട്ട് പറയാവുന്നത് എന്താണ് നമ്മൾക്ക് ഈ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രക്രിയ. നമ്മളൊരു ഗവേഷണ പ്രശ്നം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിസർച്ചിനെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ പറയാറുണ്ട്. എങ്കിലും നമ്മൾ എന്താണ് ഈ കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു പ്രക്രിയ ഉണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോ എല്ലാം നമ്മൾ ഇരിക്കുന്നത് ഒരുപാട് പേര് അന്വേഷിച്ച് കണ്ടെത്തിയതിന്റെ മുകളിലാണ്. നമ്മളിപ്പോ കസേര ഇരിക്കുന്നു, ഈ കസേരയുടെ മുകളിൽ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കസേര കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ്. പക്ഷെ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, കട്ടില്, മേശ, അതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ ആരൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ പണിയുന്നവരായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് അല്ലെ? കാരണം പണിയുന്നവരും പണിയാത്തവരും ഒക്കെ അതിൽ ഇരിക്കാറുണ്ട്, കസേര കണ്ടുപിടിച്ചാലും ഏത് കണ്ടുപിടിച്ചാലും. അപ്പൊ ഈ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് പൊതുവെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം. ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് കലപ്പ എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ പല പല ചക്രത്തിന്റെ കണ്ടുപിടുത്തം, ഇതൊന്നും നമുക്ക് കണ്ടുപിടിച്ചായിരുന്നു അറിഞ്ഞൂടെങ്കിലും ഈ കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ സംസ്കാര ചരിത്രത്തെ നിർമ്മിച്ചതെന്ന് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് നമ്മൾ ഈ ഗവേഷണ പ്രശ്നത്തിലേക്ക് കടന്നത്. എങ്ങനെയായിരിക്കും ഇത് കണ്ടുപിടിച്ചത്, എന്തിനായിരിക്കും ഇവർ കണ്ടുപിടിച്ചത്, അല്ലെ ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ പ്രസക്തമായ ചോദ്യം അതാണ്. ഈ നമുക്ക് ആവശ്യമുള്ളതിനെ എല്ലാം കണ്ടുപിടിച്ചതിന്റെ കർത്തൃത്വം നമുക്ക് അറിഞ്ഞില്ല. ഇപ്പൊ നമ്മള് ഈ എണ്ണയാട്ടൽ, ഓടക്കുഴൽ, കലപ്പ, കവിത എഴുത്ത് ഇതൊക്കെ കണ്ടുപിടിച്ചത് ശിവനാണെന്നാണ് നമ്മുടെ ഒരു സവിശേഷ ചരിത്ര വിമർശകനായിട്ടുള്ള കേസരി പറയുന്നത്.
അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ആര് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അന്വേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആവശ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ട്, അതാണ് വിഷയം. മൃഗങ്ങൾക്കില്ലാത്ത ചില ആവശ്യങ്ങൾ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് വിഷയം. അതേസമയം മൃഗങ്ങൾക്കുള്ള പല കഴിവുകളും മനുഷ്യനില്ല. ഇപ്പൊ മൃഗങ്ങൾക്ക് വളരെ വേഗത്തിൽ ഓടാൻ കഴിയും, അത്രത്തോളം വേഗത്തിൽ ചിലപ്പോൾ നമുക്ക് മനുഷ്യൻ ഓടാൻ കഴിയണമെന്നില്ല. പക്ഷികൾക്ക് പറക്കാൻ കഴിയും, പക്ഷേ നമുക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ ആ പരിമിതിയിൽ നിന്നാണ് നമ്മൾ അന്വേഷണം അല്ലെങ്കിൽ എന്താണ് ആവശ്യത്തിൽ നിന്നും ആ പരിമിതിയിൽ നിന്നും ലിമിറ്റേഷൻ നെസസിറ്റി, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നതെന്നാണ് നമുക്ക് ആമുഖമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അരിസ്റ്റോട്ടിലൊക്കെ അത് മുമ്പേ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അത്തരത്തില് ഇപ്പൊ മൃഗങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരാത്തതിന് കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവരുടെ ഇൻസ്റ്റിങ്ക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. വിശപ്പ്, ദാഹം, ഇണചേരൽ, അടുത്ത തലമുറയുടെ നിർമ്മാണം. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത്ര മാത്രമേ ഉള്ളൂ. ആ ജനിതക പ്രേരണകൾ മാത്രമേ ഉള്ളൂ. അതാണ്. അതേസമയം നമ്മളെക്കാൾ മനോഹരമായിട്ട് ഇതൊക്കെ പലതും നിർമ്മിക്കുന്നവരുണ്ട് അല്ലെ. പണ്ട് മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് നെയ്ത്തുകാരനെയും അല്ലെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തേനീച്ച കൂടുണ്ടാകും. പക്ഷേ തേനീച്ചയിൽ നിന്നും മനുഷ്യനുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ശില്പിയും വ്യത്യസ്തനാകുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരു കൂട് നിർമ്മിക്കുന്ന അല്ല, ഒരു 100 വർഷം മുമ്പ് നിർമ്മിച്ച അതേ കൂട് തന്നെയാണ് പക്ഷി നിർമ്മിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ സാമൂഹിക ചരിത്രം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കും. നമ്മളിപ്പോ വിവാഹം കഴിക്കും, പറയാം അവൻ വിവാഹം കഴിച്ചു, ഒരു റൂമും കൂടെ ഇറക്കണം എന്ന് പറയും. അപ്പൊ പക്ഷികൾക്ക് അതിന്റെ പ്രശ്നമില്ല. അവർ വിവാഹം കഴിക്കാത്തത് കൊണ്ട് ഒരു റൂം ഇറക്കേണ്ട ആവശ്യമില്ല. ആ റൂമിൽ തന്നെ അവർ താമസിക്കുകയും ചെയ്യുന്നു, മുട്ടയൊക്കെ ഇടുന്നു എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആവശ്യങ്ങൾ, സാമൂഹിക പരിണാമങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ പലതും നമ്മുടെ സാമൂഹിക ചരിത്രം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ. അങ്ങനെ ആവശ്യങ്ങൾ മാറി വരികയും മനുഷ്യന് എന്താണ് പുതിയ പുതിയ ആവശ്യങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേസമയം മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഒരു ജനിതക ചരിത്രം കൂടിയാണ്. മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത. തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗം അല്ലെ, പ്രത്യേക എന്താണ് എല്ലാത്തരം നമ്മുടെ ചിന്ത, ഭാഷ, ബോധം, വാദപ്രതിവാദം, ഇതിനൊക്കെ ഉത്തരവാദിയായിട്ടുള്ള തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെറിബ്രൽ കോർട്ടക്സ് അല്ലെ, ആ ഭാഗം. അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗങ്ങൾ, തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങൾ, ഈ ചിന്തയെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗം അല്ലെ, ഭാഷയും വിശകലനവും ശേഷിയും ഒക്കെ നിർമ്മിക്കുന്ന ഇടത് ഭാഗവും അല്ലെ, സർഗാത്മകതയെ നിർമ്മിക്കുന്ന വലത് ഭാഗവും ഇങ്ങനെ, അതുപോലെ തന്നെ സ്വയം വളരുന്ന അല്ലെ ഒരു ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആ ഒരു തലച്ചോറിന്റെ ഗുണം, ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് നമ്മളുടെ ഈ വ്യത്യസ്തത ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത് ഒരേ സമയം ജനിതക ചരിത്രവും അതേസമയം സാമൂഹിക ചരിത്രവുമാണെന്നാണ് നമുക്ക് ആമുഖമായിട്ട് പറയാൻ സാധിക്കുന്ന കാര്യം. അപ്പൊ ഇത് ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എന്താണ് നമ്മൾ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ് പിന്നീട് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് ആവശ്യവും പരിമിതിയും ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ. യഥാർത്ഥത്തിൽ ഈ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത് എന്ത്? നമ്മളിപ്പോ PhD എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ അതിൽ നിന്ന് ഇപ്പൊ ഏത് PhD നമ്മൾ പറയുന്നത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് അല്ലെ. അതിനർത്ഥം എന്ന് പറഞ്ഞ ഒരു തത്വമാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഫിലോസഫിക്കൽ ഇൻവെൻഷൻ ആൻഡ് റിസർച്ച് എന്ന് നമുക്ക് പറയാവുന്നത്. തത്വത്തിന്റെ കണ്ടുപിടുത്തവും ഗവേഷണവും എന്ന് പറയുന്ന ഒരു ശീർഷകത്തിൽ നമുക്കത് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. ഒരു തത്വമാണ് കണ്ടുപിടിക്കുന്നത്. അത് എന്ത് തത്വം, എങ്ങനെ എന്നുള്ളതാണ് ഗവേഷണത്തെ സംബന്ധിക്കുന്ന അടുത്തൊരു ചോദ്യം. അത് പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ സാധാരണ ഗവേഷണ ചർച്ചകളിൽ ഒഴിവാക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗവേഷണത്തിന്റെ ഈ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിലോസഫി എന്ന് പറയുന്നത് എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഫിലോസഫി നമ്മളെ ഒരു തത്വം കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗവേഷണം എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിന് തന്നെ ഒരു ഫിലോസഫി ഉണ്ട്. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഒരേ സമയം അത് ഈ സത്താപരം നമ്മൾ പറയാറുണ്ട്, ഓണ്ടോളജിക്കലായിട്ടുള്ള ഒരു ചോദ്യം, അതുപോലെ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ള എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള ചോദ്യം, മൂല്യപരമായിട്ടുള്ള ആക്സിയോളജിക്കൽ ആയിട്ടുള്ള ചോദ്യം, മെത്തഡോളജിക്കൽ ആയിട്ടുള്ള ചോദ്യം അല്ലെ. ഇതെല്ലാം ഗവേഷണത്തെ സംബന്ധിച്ച് ചോദിക്കാവുന്ന കാര്യം.
ഇവ പരസ്പരം ബന്ധപ്പെട്ടതും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് എന്താണ് സത്യം എന്ന് പറയുന്ന അല്ല ഒരു സത്യവും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നില്ലല്ലോ. നമ്മുടെ ഈ ലോകത്ത് നമുക്ക് സത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് നമ്മൾ വാദിച്ചാൽ നമുക്ക് പിന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതേസമയം അതാണ് അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള സാധനം. നമ്മൾ എന്താണ് സത്ത, അങ്ങനെ ഉണ്ടോ എന്ന് പറയുന്ന ചോദ്യം ഇതിൽ പ്രധാനമായിട്ട് മാറുന്നതാണ്. പല ഉത്തരങ്ങൾ നമുക്ക് അറിയാവുന്നത് പോലെ പല ഉത്തരങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഇന്ത്യൻ ഫിലോസഫിയിൽ പണ്ട് പറയുന്നത് ഒറിജിനൽ ആയിട്ടുള്ളത് അല്ലെ, ഇപ്പൊ ബ്രഹ്മമായിരുന്നു ഒറിജിനൽ അല്ലെ, പൂർണ്ണതയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഇഹലോകം എന്ന് പറയുന്ന മിഥ്യയാണെന്ന് പറയും. അപ്പൊ ഒന്നും കണ്ടുപിടിക്കാനില്ല. മിഥ്യയിൽ നിന്ന് പിന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? കണ്ടുപിടിച്ചാൽ പിന്നെ ആ ഒറിജിനലിനെ കണ്ടുപിടിക്കണം. അതാണ് പറയുന്നത്. അതുപോലെ പ്ലേറ്റോയുടെ ഒക്കെ തിയറി പഠിച്ചിട്ടില്ല. പ്ലേറ്റോയുടെ തിയറി പറയുന്നത് എന്താണ്? അതായത് ഒരു ആശയം ഉണ്ടെന്നുള്ളതാണ് അല്ലെ. സ്പിരിച്വലിസവും ഐഡിയലിസവും ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലെ. ആ ഒരു ആശയമുണ്ട്. ആ ആശയത്തിന്റെ പകർപ്പാണ് ഈ ലോകം, അതിന്റെ പകർപ്പാണ് സാഹിത്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെയും നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റില്ല അല്ലെ. ആ സങ്കല്പത്തിൽ ഗവേഷണമില്ല അല്ലെ. ഇതിന്റെ ഒരു സത്താപരമായിട്ടുള്ള ഒരു ബേസ് എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ അവിടെയും നമുക്കൊന്നും അന്വേഷിക്കാനില്ല അല്ലോ, കാരണം കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഇതിന്റെ വിപരീതമായിട്ടുള്ള ഒരു വാദവും അത് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. പലപ്പോഴും ഈ ഒരു കേവല ഭൗതികവാദമെന്നും യാന്ത്രിക ഭൗതികവാദമെന്നും ഇപ്പൊ അത് പോസിറ്റിവിസം എന്നൊക്കെ പറയുന്നുണ്ട്. പോസിറ്റിവിസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെ അല്ലത്. അപ്പൊ എന്തായാലും അതായത് നമുക്ക് ഈ കാണുന്നതാണ് സത്യം, നിരീക്ഷണത്തിലൂടെ കാണുന്നതാണ് സത്യം, അങ്ങനെ നിരീക്ഷണത്തിലൂടെ കണ്ടുപിടിക്കാം എന്നതാണ് സത്യം എന്ന് പറയുന്ന ഒരു വീക്ഷണമുണ്ട്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിന്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് സത്യമില്ല ഇല്ല, സത്യം ഛിന്ന ഭിന്നമായിട്ട് എന്ന് പറയുന്ന ഒരു വീക്ഷണമാണ്. അപ്പൊ ഈ രണ്ട് വീക്ഷണത്തിലും നമുക്ക് ഈ പറയുന്ന ഗവേഷണം എന്ന് പറയുന്ന ഒരു അതിന്റെ ഫിലോസഫിയെ സ്ഥാനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് നമുക്ക് അതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. സത്യത്തിന്റെ നിർമ്മാണമില്ല, സത്യത്തിലെ സത്യം എന്ന് പറയുന്നത് എന്നൊന്നില്ല എന്ന് ഉത്തരാധുനികർ പറയുന്നതിനെ ടെറി ഈഗിൾട്ടനെ പോലുള്ളവർ വിമർശിച്ചിട്ടുമുണ്ട് അല്ലെ. ഉത്തരാധുനികർ പ്രകടിപ്പിച്ച ഈ പറയുന്ന സത്യത്തിലുള്ള സംശയം മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ നിരായുധരാക്കിയിട്ടുണ്ട് ടെറി ഈഗിൾട്ടൻ പറയുന്നുണ്ട്. അതായത് സത്യം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിലവിലിരിക്കുന്ന സത്യത്തെ ചോദ്യം ചെയ്തിട്ട് പുതിയൊരു സത്യം ഉണ്ടാക്കണം, വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂല്യങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റാത്തവരാക്കി ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ഉത്തരാധുനികത പോസ്റ്റ് മോഡേണിസത്തിന്റെ ഫിലോസഫിയെ എതിർത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ അത് ആ പോസ്റ്റ് മോഡേൺ ഫിലോസഫി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്യാപിറ്റലിസത്തിന്റെ ഫിലോസഫിയാണ് എന്നും വിശദീകരിക്കപ്പെടുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇതിന് ഈ പറയുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത് അല്ലെ. ഒരു ഓണ്ടോളജിക്കൽ പ്രശ്നം അതിനകത്തുണ്ട്. പിന്നീടുള്ളത് അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ. നമ്മൾ ഈ എന്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളുടെ ഉത്തരത്തെ ആസ്പദമാക്കുന്ന ഒരു അതിന്റെ ഒരു രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാവുന്നതുണ്ട്. കാരണം ഇപ്പൊ ജന്മിത്ത വ്യവസ്ഥ നിർദ്ദേശിക്കുന്ന ഒരു വീക്ഷണം എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മമാണ് എന്ന് പറയും. കാരണം ജന്മിത്വം എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ മാഹാത്മ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അയാളുടെ ജന്മമാണ്. അയാള് എന്തുകൊണ്ട് രാജാവായി? അച്ഛൻ രാജാവായി. അയാൾ എന്തുകൊണ്ട് ജന്മിയായി? അച്ഛൻ ജന്മിയായി. അപ്പൊ അത്തരത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു സത്യം നമ്മൾ ജാതകമൊക്കെ എഴുതുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. 25-ാമത്തെ വയസ്സിൽ ഇത് സംഭവിക്കും അല്ലെ, വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവും, മരിക്കോ എന്നൊക്കെ പറയുന്നതാണ് അല്ലെ. അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തില് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ആരെ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്സ് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് രാജവാഴ്ചയായിട്ടും അല്ലെ കൺസർവേറ്റീസമായിട്ടും ഫാസിസവുമായിട്ടും ജന്മിത്ത വ്യവസ്ഥയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഈ സത്യം അല്ലെ സത്യമില്ല എന്ന് പറയുന്നത് ഈ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ ഒരു മുതലാളിത്തത്തെയും അല്ല മുതലാളിത്തം പോലെ രാഷ്ട്രീയ സംവിധാനങ്ങളെയും നവലിബറലിസം പോലുള്ള ഈ എന്താണ് സാമ്പത്തിക തത്വചിന്തയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഇപ്പൊ ഉത്തരാധുനികതയ്ക്ക് പിന്നില് അല്ലെങ്കിൽ ഉത്തരാധുനികത മുന്നോട്ട് വയ്ക്കുന്ന ഈ സത്യമില്ല എന്ന് പറയുന്ന വാദം അല്ലാതെ ഒരു ക്യാപിറ്റലിസത്തിന്റെ വാദമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രെഡറിക് ജെയിംസിനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് വളരെ പ്രഖ്യാതമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. മുതലാളിത്തത്തിന്റെ യുക്തിയാണ് ഉത്തരാധുനികത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇതിന്റെ ഒരു ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് പിന്നെ ബാക്കി എല്ലാത്തിനെയും അതിന്റെ പത്രവാദിയെ നിയന്ത്രിക്കുന്നതും അതിന്റെ ആക്സിയോളജി, അതിന്റെ മൂല്യങ്ങളെ
അല്ലെ അത് എന്തുതരം മൂല്യങ്ങൾ നൽകുന്നു, അല്ലെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് അതിന്റെ ഈ പറയുന്ന സവിശേഷതയാണ്, അതിന്റെ ഒരു സത്താപരമായ സവിശേഷതയാണ്. ഗവേഷണത്തെ സംബന്ധിച്ച് നമ്മൾ എന്ത് നിലപാടെടുക്കും എന്ന് പറയുന്ന ആ ഒരു സവിശേഷതയാണ് ഗവേഷണം എന്ത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന നമ്മുടെ നിലപാടുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മൾ ഈ പറയുന്ന നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്ത് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ രണ്ട് തത്വശാസ്ത്രത്തെ സംബന്ധിച്ചും കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും എതിർക്കുന്ന ഒരു ഫിലോസഫിയിൽ സ്ഥാനപ്പെടുത്തേണ്ടി വരും ഗവേഷണത്തെ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത്. അതായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുണ്ട്, അതേസമയം നമ്മൾ അതിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു ആത്മനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യവും ഉണ്ട്. ഒരു പ്രോസസ്സാണ് ഗവേഷണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലെത്തേണ്ടി വരും. ഈ സാധാരണ നമ്മൾ കാണുന്ന എല്ലാ തർക്കങ്ങളും, ഈ നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തർക്കങ്ങൾ, നമ്മൾ വെറുതെ സംസാരിക്കുമ്പോൾ നടത്തുന്ന തർക്കങ്ങൾ, അതുപോലെ നമ്മൾ കാണുന്ന എല്ലാത്തരം തർക്കങ്ങളും, കലയെ സംബന്ധിച്ച്, സാഹിത്യത്തെ സംബന്ധിച്ച്, ഈ 3 ഡയമെൻഷനിൽ നിൽക്കുന്ന തർക്കങ്ങളാണ് മുഴുവനും കാണുന്നത്. ഇല്ല, അതായത് സത്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ സത്യം കാണുന്നത് മാത്രമാണ്. അതേസമയം ഇത് രണ്ടുമല്ലാത്ത, ഈ പറയുന്ന രണ്ടിനെയും നിഷേധിച്ചുകൊണ്ട് സത്യം എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം, അല്ലാതെ ഞാൻ പിന്നീട് വിശദീകരിക്കും, ഒരു നിർമ്മിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ, അതൊക്കെ പ്രാചീന കാലം മുതലേ, ഏറ്റവും പ്രാചീന കാലം മുതൽ ഉണ്ടാകുന്ന തിയറികളുടെ ഒരു ചരിത്രമുണ്ട്. ഇതിന് ഇപ്പൊ സാഖ്യത്തിലുണ്ട്, അത് ബുദ്ധ തിയറിയിലുണ്ട്, അങ്ങനെ പല പല ഇതിലൂടെ വരുന്ന ഒരു തിയറിയാണ്. ഈ പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണ് വരുന്നത്. എന്താണ് അസ്തിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഈ ഈസ്റ്റേൺ ക്രിറ്റിസിസത്തിന്റെ ന്യായശാസ്ത്രം, അതിലൊക്കെ അങ്ങനെ ഒരു തിയറിയാണ് വരുന്നത്. ന്യായശാസ്ത്രകാരനായിട്ടുള്ള മറിയോ ഭട്ടൻ പറയുന്നത് എല്ലാ വാക്കുകളും ക്രിയാപദങ്ങളാണ്. നമ്മളൊരു വാക്ക് പറയുന്നു, ഒരു കുടം എന്ന് പറയുന്നൊരു വാക്ക് പറയുന്നു, അപ്പൊ ആ കുടം നാമപദമാണെന്ന് നമുക്കറിയാം, അല്ലെ? പക്ഷേ ഈ ന്യായശാസ്ത്രകാരനായിട്ടുള്ള മറിയോ ഭട്ടൻ പറയുന്നത് അത് ക്രിയയാണ്. കാരണം കുടം ഉണ്ടാക്കുന്ന ക്രിയയാണ് ആ കുടത്തെ നിർമ്മിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നു എന്നുള്ളതാണ്, ഒരു വസ്തുവിനെ എങ്ങനെ നമ്മൾ വീക്ഷിക്കുന്നു. ആ കുടം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന, വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളാണോ അത് നിർമ്മിച്ചത്, ആരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പം നമ്മള് വിഗ്രഹങ്ങൾ, ആശാരി വിഗ്രഹം ഉണ്ടാക്കും, അത് ക്ഷേത്രത്തിൽ വെക്കും, ക്ഷേത്രം ബ്രാഹ്മണന്റെ പേരിൽ അറിയപ്പെടും, ആശാരി പുറത്താവും എന്ന് പറയുന്ന പോലുള്ള രീതിയാണ്. ആ നിർമ്മിക്കുന്നവനാരി എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫിയിൽ മാത്രമേ നമുക്ക് ഈ റിസർച്ചിനെ സ്ഥാനപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നിർമ്മിക്കുന്നു, പുതിയതൊന്നും ഉണ്ടാക്കുന്നു, ഒരേ സമയം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവും ആത്മനിഷ്ഠ യാഥാർത്ഥ്യവും വേണമല്ലോ. കാരണം ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ നമ്മൾ ആ ഡേറ്റ എടുത്ത് നമ്മൾ അതിൽ നിന്ന് പുതുതായിട്ട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഡേറ്റയും നമ്മൾ ബുക്ക് എടുത്ത് നമ്മൾ റിസർച്ച് ചെയ്യും. ആ ബുക്കില്ല എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് റിസർച്ച് തുടങ്ങാൻ പറ്റില്ല. ഈ ബുക്കിൽ നിന്ന് ഞാനൊരു അർത്ഥം നിർമ്മിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് മാത്രമേ നമുക്കൊരു ഗവേഷണം തുടങ്ങാൻ പറ്റൂ. അപ്പൊ അതിന്റെ ഒരു ഫിലോസഫിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗവേഷണത്തിലൂടെ നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്, അതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി നമുക്ക് ദിവാനങ്ങൾക്ക് വിശദീകരിക്കാവുന്നത്. ഒരു തത്വം നിർമ്മിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ പക്ഷി പരിമിതി കൊണ്ട് നമുക്ക് പറക്കാൻ പറ്റില്ല പക്ഷികളെ പോലെ, അതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ഉണ്ടാക്കും. പ്ലെയിൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പക്ഷിയിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തുന്നു? പക്ഷിയിൽ നിന്ന് പെട്ടെന്ന് പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചെയ്യുന്നത് പക്ഷിയുടെ പറക്കുന്ന ചില തത്വങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ പക്ഷി അല്ലെങ്കിൽ പറക്കുന്ന പലതും കാണാം. ഒരു ഇല പറന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പർ പറന്നു വരുന്നു, എന്തുവാണ്. ഇങ്ങനെ പറന്ന് വീഴുന്നത്, പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതിന്റെ ഒരു തത്വം അവർ മനസ്സിലാക്കും, അല്ലെ? പല പല ഡേറ്റകളിൽ നിന്ന് ഈ ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തത്വം നമ്മൾ കണ്ടെത്തും. അതിൽ നിന്ന് പിന്നെ വിമാനം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പല പല ഡേറ്റകളിൽ നിന്നും നമ്മളൊരു തത്വം കണ്ടെത്തണം എന്നുള്ളതാണ്, കണ്ടെത്താൻ കഴിയും. അപ്പൊ മാത്രമേ നമുക്കൊരു ഗവേഷണം ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. ഒരു എല്ലാ കണ്ടെത്തലും നയിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ സാധാരണ ന്യൂട്ടൻ കണ്ടുപിടിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, അല്ലെ? ആപ്പിൾ വീണെന്നൊക്കെ പറയുന്നത് കഥയായാലും എന്തായാലും ഈ പറയുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ന്യൂട്ടന്. കാരണം ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് ന്യൂട്ടൻ ആലോചിക്കുന്നു, ഇതെന്തുകൊണ്ട്, പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നു,
ഇതിന് പരിഹാരം, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ആ പ്രശ്ന പരിഹാരമാണ് നമ്മൾ ഒരു ഗവേഷണ ഫലമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് പൊതുവായിട്ടുള്ള അതിന്റെ സമാനതകൾ മനസ്സിലാക്കും, എന്നിട്ടൊരു തത്വം ഉണ്ടാകും. അതാണ് നമ്മൾ ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ പറയുന്നത്. അല്ലെ? അപ്പൊ അത്തരത്തില് അതിപ്പോ ആപ്പിളിനെ സംബന്ധിച്ചായാലും ബഹിരാകാശത്തെ ഗ്രഹങ്ങളെ സംബന്ധിച്ചായാലും അത് അപ്ലൈ ചെയ്യാൻ പറ്റണം. നമ്മൾ ഉണ്ടാക്കുന്ന അറിവ്, അല്ലെ, നമ്മള് എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തത്വം, അല്ലെ, നമ്മളുടെ ഈ ഡേറ്റയിൽ മാത്രമല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് അത് ഗവേഷണമായിട്ട് മാറും, ഗവേഷണ ഫലമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ തുടർ പഠന സാധ്യതകൾ എന്തെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഉണ്ടാകും. ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിപ്പോ ഐൻസ്റ്റീൻ ആയാലും ന്യൂട്ടൺ പറഞ്ഞതിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഐൻസ്റ്റീൻ മറ്റൊരു തത്വം ആവിഷ്കരിക്കും. ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനിപ്പോ നമ്മൾ ഒരു സാധാരണ ഗവേഷണ വിഷയം എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളത് ഇതിന് കേൾക്കുമ്പോൾ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ചെയ്യുന്ന റിസർച്ച് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ശീർഷകത്തിൽ അത്രത്തോളം വ്യക്തമായിരിക്കില്ല, എങ്കിലും ഒരു പ്രശ്നത്തിന്റെ പരിഹാരം തന്നെയായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സാധാരണ ഒരു ശീർഷകം, ഈ സംസ്കൃതത്തിലെ ഒരു ശീർഷകം ഞാൻ ഈ നെറ്റിൽ കണ്ടത് ഇങ്ങനെയാണ്: ഡ്രമാറ്റിക് ടെക്നിക്സ് ഓഫ് കാളിദാസ ആൻഡ് ഷേക്സ്പിയർ, എ കമ്പാരിറ്റീവ് സ്റ്റഡി. ഒരു നാടക ടെക്നിക്കുകൾ കാളിദാസനിലും ഷേക്സ്പിയർ, അല്ലെ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. ഇതില് അത്രത്തോളം പ്രശ്നം ശീർഷകത്തിൽ കാണുന്നില്ല, അല്ലെ. ഇതൊരു നാടകത്തിന്റെ സങ്കേതങ്ങളുടെ ഒരു താരതമ്യം എന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, അല്ലെ. പക്ഷെ ഇതിന് ഒരുപക്ഷെ ചെയ്യുന്നവർക്ക് ഇത് ഒരു ശീർഷകം അത്രത്തോളം ആ പ്രശ്നം പ്രകടമല്ലെങ്കിൽ ചിലര് അത് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് മാറാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ അത് ശീർഷകത്തിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഉദാഹരണങ്ങളെല്ലാം മോശപ്പെട്ട എന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗവേഷണ ശീർഷകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെ. ഇപ്പൊ ഒരു കാളിദാസനെയും ഷേക്സ്പിയറെയും തമ്മിൽ താരതമ്യം ചെയ്യും. അത് നാടകങ്ങളെയാണ് നോക്കുന്നത്. ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളിനെ ചില സാമ്യത, ദുരന്ത നാടകം എന്നുള്ള രീതിയിലാണ് ഷേക്സ്പിയർ എഴുതിയിട്ടുള്ളത്. പക്ഷെ കാളിദാസന്റെ കൃതിയിലും ദുരന്തമുണ്ട്. പക്ഷെ ദുരന്ത നാടകം നമുക്ക് അതിന്റെ പറയാൻ പറ്റില്ല. രണ്ടുപേരും നാടകങ്ങൾ എന്തെങ്കിലും സാമ്യതയൊക്കെ ഉണ്ടാവാം, ഇതുപോലെ എന്താണ് വ്യത്യാസങ്ങളും ഉണ്ടായി. എങ്കിലും ഇതിൽ നിന്നൊരു തത്വം കണ്ടെത്തുമ്പോഴാണ് അതിനൊരു ഗവേഷണമായിട്ട് മാറുന്നത്. ഇപ്പൊ ദുരന്ത നാടകവും അധികാര വിമർശനവും കാളിദാസന്റെ ഷേക്സ്പിയറിന്റെ കൃതിയുടെ താരതമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുത്താൽ വേറെ എന്തുവേണമെങ്കിലും കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പൊ അരിസ്റ്റോട്ടിൽ ഇപ്പൊ ട്രാജഡിയെ കുറിച്ച് പറയും, അതായത് ഈ വീഴ്ചയെ കുറിച്ച്, സ്ഥിതി വിപരീയം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സ്ഥിതി വിപരീയം, അല്ലെ. ഒരു കഥാപാത്രം ഉയർന്ന നിലയിൽ നിന്ന് താഴെ വീഴുന്നു. ഇതൊരു അധികാര വിമർശനമാണ്. അധികാരത്തിലിരിക്കുന്ന ആള് ഭൂമിയിലേക്കും ജനങ്ങളിലേക്കും വീഴുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിയറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അല്ലെ. ഇപ്പൊ അരിസ്റ്റോട്ടലിന്റെ തിയറി അതേപടി നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെ. നമ്മൾ നമ്മുടേതായ തിയറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ട് നമുക്ക് ഈ മുൻകാല സിദ്ധാന്തങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ. നമ്മൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുഴുവനും നമ്മള് പകർത്തിയെഴുത്ത് ആയിട്ട് മാറും, പകർപ്പ് രചനയായിട്ട് മാറും. അപ്പൊ അതേസമയം നമ്മുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ പഴയ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം മുമ്പേ ചിന്തിച്ചിട്ടുള്ളവരാണ് എല്ലാ. ദുരന്തം എന്ന് പറയുന്ന വാക്ക് കേട്ട ആ ദുരന്തം എന്ന് പറയുന്നത് പണ്ട് ആൾക്കാർ നിർവചിച്ചിട്ടുണ്ട്. നാടകം എന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാർ നിർവചിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മൾ പുതിയ അർത്ഥം കൊടുക്കുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ആ ഒരു വിഷയം നമ്മൾ ഉണ്ടാക്കിയെടുക്കും, അല്ലെ. ഇപ്പോ കാളിദാസനിലും ഒരു വീഴ്ചയുണ്ട്, അല്ലെ. ഇയാൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്, രാജാവിന് ഓർമ്മയില്ല. അങ്ങനെ അയാളങ്ങ് വിഷമിച്ച്, അല്ലെ, കാമുകിയെ, അല്ലെ, ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നു. പക്ഷെ ഈ ശകുന്തളയെ രക്ഷിക്കാൻ വേണ്ടി ഒരു അപ്സരസ അമ്മ വരുന്നുണ്ട്, അല്ലെ. അതുകൊണ്ട് സുരക്ഷിതരായിട്ടിരിക്കുന്നു. പക്ഷെ ഷേക്സ്പിയറിന്റെ കൃതികളിലാണെങ്കിൽ അങ്ങനെ ഒരു അപ്സരസ അമ്മ വരില്ല. ഈ ശകുന്തളയെ ചിലപ്പോ സുഖം പിടിക്കുകയോ പുലി പിടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യും. ഓർമ്മയൊക്കെ കിട്ടി സ്നേഹിക്കാൻ വേണ്ടി ദുഷ്യന്തം വരുമ്പോ അവിടെ കാണുന്നത് കുറച്ച് സാരിയും ഇതും ഒക്കെ ആയിരിക്കും, അവശിഷ്ടങ്ങൾ മാത്രമേ കാണൂ. അങ്ങനെ ഷേക്സ്പിയറിന്റെ ദുഷ്യന്തന് ഭയങ്കര വിഷമം വരും. എന്ത് ചെയ്യും? അയാൾ മരിക്കും. ഈ വാർത്ത ശാരംഗധരനും ശാരദൂതനും അറിയും. കാരണം അവരുപേക്ഷിച്ച് പോയവരാണ്. അവര് പുഴയിൽ ചാടി മരിക്കും. അങ്ങനെ അതൊരു ഷേക്സ്പിയർ നാടകമായിട്ട് മാറും, അല്ലെ. അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്ത് വരും. അങ്ങനെയാണല്ലോ ഈ ദുരന്ത നാടകങ്ങളുടെ അവസാനം പട്ടം പിടിക്കുന്നവർ വരെ തൂങ്ങി മരിക്കും, അല്ല, എങ്ങനെയെങ്കിലും മരിക്കും. അപ്പൊ അത്തരത്തില്
പറയുന്ന ഒരു ട്രാജഡിയുടെ അംശം അതിനകത്തുണ്ടെങ്കിലും ട്രാജഡിയായി മാറുന്നില്ല. അപ്പൊ നമുക്കതിൽ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം. ഇങ്ങനെ എന്താണ് ശുഭാന്തമായതുകൊണ്ട് കാളിദാസൻ എന്താണ് ഷേക്സ്പിയറിനേക്കാൾ കുറച്ചും കൂടി അല്ലെങ്കിൽ കാളിദാസനേക്കാൾ കുറച്ചും കൂടി ഒരു അധികാര വിമർശനം ഷേക്സ്പിയറിലുണ്ടോ? അല്ലെ, ശുഭാന്ത നാടകത്തിന്റെ അധികാര വിമർശനത്തിന്റെ ശക്തി ചോരുന്നുണ്ട് ശുഭാന്ത നാടകമാകുമ്പോൾ. അങ്ങനെയൊക്കെ അല്ലെ, അതുപോലെ ശുഭാന്ത നാടകമാണെങ്കിലും ദുരന്തത്തിന്റെ ഘടകങ്ങൾ നാടകത്തിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഈ ദുരന്ത നാടകവും അധികാരവും തമ്മിലുള്ള ഒരു ബന്ധം കാളിദാസനും ഷേക്സ്പിയറിലും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും അല്ലെ. അങ്ങനെ കണ്ടെത്തുമ്പോ അങ്ങനെ കിട്ടുന്ന ആ ഒരു തത്വം, അതാണ് ഞാൻ പറഞ്ഞ തത്വം എന്ന് പറഞ്ഞത്. അങ്ങനെ വലിയ സംഭവമൊന്നും അല്ലത്, എല്ലാവരും കണ്ടെത്തുന്ന സംഭവം തന്നെയാണ് വരുന്നത്. പക്ഷെ ആ തത്വം നമുക്ക് വേറെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ല, ഇപ്പൊ ഭാസന്റെയും സോക്രട്ടീസിന്റെയും എന്താണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. ഇത്തരത്തില് ഒരു തത്വത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നൊരു തത്വം കണ്ടെത്തണം. അങ്ങനെ തത്വം കണ്ടെത്താൻ കഴിയുന്ന പ്രശ്നങ്ങളെയാണ് ഈ പറയുന്ന ഈ അക്കാദമിക് അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തത്വം കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. അല്ലാതെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട് അല്ലെ. പക്ഷേ ഇത്തരത്തിലൊരു തത്വത്തിലേക്ക് നയിക്കുന്ന അല്ലെ, അത് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യമാണെങ്കിൽ അത് ഒരു സാഹിത്യത്തിന്റെ വിലയിരുത്തലിലേക്ക് നയിക്കാം. ഇപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഷേക്സ്പിയറിനേക്കാൾ അല്ല കാളിദാസനേക്കാൾ ശക്തിയായിട്ടുള്ള ശക്തനായ നാടകൃത്താണ്, പിന്നെ അതിന് നാടകൃത്താണ് ഷേക്സ്പിയർ, അതിന് ഇന്നതാണ് കാരണം എന്ന് നമുക്ക് സ്ഥാപിക്കാൻ വേണമെങ്കിൽ അങ്ങനെ താരതമ്യങ്ങൾ വരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരു ആ തത്വം നമുക്ക് വിലയിരുത്തലിലേക്ക് കടക്കാം അല്ലെ, അങ്ങനെ താരതമ്യങ്ങളിലേക്ക് പോകാം. അങ്ങനെയുള്ളൊരു തത്വം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ തത്വങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഞാൻ വിശദീകരിച്ചു വരുന്നത്. അപ്പൊ ഇത് പൊതുവെ നമ്മൾ ഇപ്പൊ ഐൻസ്റ്റീന്റെ എന്താണ് തത്വനിർമ്മാണമായാലും ഒക്കെ ചിലപ്പോൾ ദീർഘകാലം എടുക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും അല്ലെ. അയാൾക്കത് അറിയായിരിക്കും, അയാൾ എഴുതി വെച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ അക്കാഡമിക് ഗവേഷണം അങ്ങനെയല്ല. അതാണ് മറ്റൊരു കാര്യം അല്ല. അക്കാഡമിക് ഗവേഷണത്തിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട്. ആ കാരണം അക്കാഡമിക് ഗവേഷണത്തിന്റെ സവിശേഷതകളാണ് അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അക്കാഡമിക് ഗവേഷണത്തിന് ചില സവിശേഷതകൾ, കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് പണം വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നതാണ്, രാജ്യത്തിന്റെ പണമാണ് അല്ലെ. ഫണ്ടിങ് ഏജൻസികൾ ചെയ്യുമായിരിക്കും ഈ വരുന്ന കാലത്ത്. ഇപ്പൊ എന്തായാലും ഒരു രാജ്യത്തിന്റെ പണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് രാജ്യത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ ഭരണഘടന അല്ലെ, ഭരണഘടനയിൽ ഇപ്പോ സമത്വം ഒരു മൂല്യമാണെങ്കിൽ അത് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ട് അറിവ് നിർമ്മിക്കണം. അറിവ് എന്ന് പറയുമ്പോൾ നോളജ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ഡേറ്റ കളക്ഷൻ അല്ല, അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തത്വത്തിന്റെ നിർമ്മാണം ഉണ്ടായിരിക്കണം, തുടർ പഠന സാധ്യത ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അക്കാഡമിക് ഗവേഷണങ്ങളിൽ ഇതെല്ലാം കാണണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു തത്വം കണ്ടുപിടിച്ചാൽ നമ്മൾ അടുത്തതിലേക്കും അത് അടുത്ത ഗവേഷണത്തിലേക്ക് അത് നയിക്കും. അയാൾ അത് കുറെ കൂടെ വിപുലീകരിച്ച് വേറൊന്നിലേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ 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 അറിവ് ഇങ്ങനെ കൈമാറിപ്പോകും. റിലേ എന്നൊക്കെ പറയുന്ന പോലെ അറിവ് ഇങ്ങനെ കൈമാറിപ്പോകുന്ന ഒരു പ്രക്രിയ അതിനകത്ത് നടക്കും. അതുപോലെ ഈ ഗവേഷണ സമയബന്ധിതമായിരിക്കണം. ഒരു ഡിഗ്രി പ്രോജക്റ്റിന്റെ സമയമല്ല എംഎയുടേത്, അതുപോലെ PhDയുടേത്, അങ്ങനെയുള്ള വ്യത്യാസം. അതുപോലെ നിശ്ചിത മാർഗദർശി ഉണ്ടായിരിക്കണം, ഒരു ഗൈഡ് ഉണ്ടായിരിക്കണം അല്ല. അത് നമുക്കറിയാവുന്ന തന്നെ. അതല്ല നിശ്ചിത വലിപ്പമേ ഉണ്ടാകാവൂ അല്ലോ. 1000 പേരുള്ള തീസിസ് ഒന്നും നമുക്ക് പറ്റില്ല, കാരണം അതിന് കാരണങ്ങളുണ്ട്, വാല്യൂ ചെയ്യണം, പല പല കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തണം. ധാർമ്മിക മൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം എന്നുള്ളതല്ല. ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു ഗവേഷണത്തിന് അങ്ങനെ സ്ഥിരമായിട്ട് ധാർമ്മിക മൂല്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ നമുക്ക് നിലനിർത്തേണ്ടി വരും, കാരണം നമ്മൾ നടത്തുന്ന അക്കാഡമിക് ഗവേഷണമാണ് അല്ലെ. അതുകൊണ്ടാണ്. അല്ലെങ്കിലും നമ്മൾ അത് അങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഒരു വെപ്പ് എന്തായാലും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന അല്ലെ കണ്ടെത്തലുകൾ നമ്മൾ ആത്മനിഷ്ഠമായ കണ്ടെത്തലുകളാണ് നടത്തുന്നത് അല്ലെ. അങ്ങനെ ആത്മനിഷ്ഠം അല്ലാത്ത കണ്ടെത്തലുകളൊന്നും ഇല്ല. അപ്പോ കണ്ടെത്തലുകൾ ആത്മനിഷ്ഠം തന്നെയാണ്, പക്ഷെ അത് വസ്തുനിഷ്ഠമായി സ്ഥാപിച്ചിരിക്കണം. കാരണം അല്ലെ, നിങ്ങൾ കണ്ടെത്തിയ സാധനം അല്ലെ കണ്ടെത്തി എന്ന് ഞാനെങ്ങനെ അറിയും എന്നുള്ളതിന്റെ ഉത്തരം അതിനകത്ത് ഉണ്ടായിരിക്കണം. കണ്ടുപിടുത്തവും അതിലേക്ക് നടത്തിയ പ്രവർത്തനങ്ങളും ഇപ്പൊ ലാബാണെങ്കിൽ ലാബ്, ഡേറ്റ അനാലിസിസ് ആണെങ്കിൽ അത് അല്ലെ, അതെല്ലാം ഉൾപ്പെടെ ഒരു നിശ്ചിത കോപ്പി കൊടുക്കണം അല്ലെ. അതെല്ലാം ഇവാലുവേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ഇത്രയും നമ്മൾ അക്കാഡമിക് ഗവേഷണത്തിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഈ ഗവേഷണ പ്രശ്നങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട്.
നമ്മൾ ഗവേഷണ പ്രശ്നത്തിലേക്ക് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഗവേഷണ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തത്വത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഗവേഷണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒരു തത്വം കണ്ടുപിടിക്കാൻ കഴിയും വിധമുള്ള ചോദ്യങ്ങളെയാണ്. അപ്പൊ അതേസമയം അക്കാഡമിക് ഗവേഷണത്തിലേക്ക് കടക്കുമ്പോൾ കുറെ കൂടി സൂക്ഷ്മതയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നേരത്തെ പറഞ്ഞ അക്കാഡമിക് ഗവേഷണത്തിന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തി വേണം ഈ അക്കാഡമിക് ഗവേഷണത്തിന്റെ ഉപയോഗിക്കപ്പെടുന്ന ഗവേഷണ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അറിവിന്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേഷൻ ഓഫ് പ്രൊഡക്റ്റീവ് ആൻഡ് ഫിലോസഫിക്കൽ നോളജ്, അതാണ് തത്വത്തിന്റെ നിർമ്മിതി ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ നോളജ് ആണ് PhD എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫിലോസഫിക്കൽ നോളജ് ആയിരിക്കണം അല്ലെ. അപ്പൊ അത് ഡേറ്റകൾ മാത്രം പോരാ, ഡേറ്റകൾ സമാഹരിച്ചാൽ പോരാ, അതിൽ നിന്ന് അറിവുണ്ടായി വരണം. അപ്പൊ നമ്മൾ സാധാരണ പറയും അവിടെ ആ മേഖലയിൽ ഗവേഷണം നടന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള മേഖലയിൽ ഗവേഷണം നടത്തുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ ഡേറ്റ ഇല്ലാത്ത മേഖലകളിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷെ അത് അക്കാഡമിക് ഗവേഷണം ആകണമെങ്കിൽ ആ ഡേറ്റകളിൽ നിന്ന് നമ്മൾ മൂല്യപരമായ അല്ലെ ഈ നേരത്തെ പറഞ്ഞ പോലെ തത്വചിന്താപരമായ ഒരു അറിവിലേക്ക് നമ്മളെ ആക്കണം. അതാണ് പ്രശ്നം. ഇപ്പൊ ഒരു കോഴിക്കോട് ജില്ലയിലെ സ്ഥലനാമങ്ങൾ ഒരു പഠനം, കോഴിക്കോട് ജില്ലയിലെ സ്ഥലനാമങ്ങൾ കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു PhD തീസിസ് ആവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലനാമങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് അതിന് നിർമ്മിക്കുന്ന അറിവ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ സ്ഥലനാമങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടത് അയാൾ പറയുന്നത് ഈ കേരളത്തിലെ ഒരുപാട് സ്ഥലനാമങ്ങൾ നോക്കുമ്പോൾ അതിലെല്ലാം ഈ കഴുവേറ്റൽ എന്ന് പറയുന്ന ഒരു വളരെ ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരു രീതിയാണ് കഴുവേറ്റൽ എന്ന് പറയുന്നത്. അത് കാണാമെന്നും ബുദ്ധരെ കഴിവേറ്റി എന്ന് നമുക്ക് ഈ സ്ഥലനാമങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും എന്നും ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് ഗവേഷണപ്രബന്ധമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഇപ്പൊ കഴിവേറ്റൽ എന്ന് പറയുന്ന ഈ പറയുന്ന എന്താണ് ഈ പ്രക്രിയ ഈ ബൗദ്ധരെ കഴിവേറ്റിയിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിലെ ഒരു നമ്മൾ അങ്ങനെയല്ലേ കേരളത്തിൽ ഇരുളടഞ്ഞ ഏടുകൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ കളഭ്രം ധരിച്ചിരുന്ന ഇത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത്തരം ചരിത്രത്തെ തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ബുദ്ധരെയൊക്കെ കൊന്ന് തള്ളി എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തില് ബൗദ്ധരെ അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ സൂചനകളാണ് ഈ സ്ഥലനാമങ്ങളിൽ കാണുന്നതെന്നാണ് ഒരാൾ പഠിക്കുന്നത്. അപ്പോ അയാൾ ചില രീതിയിൽ ഇപ്പൊ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം പേര് അമ്പ് അറ എന്നൊക്കെ ഇങ്ങനെ പിരിച്ചെഴുതിയിട്ട് പേരായ അതായത് വലിയ അമ്പ് തറച്ച സ്ഥലം, എന്നിട്ട് അത് തുറന്ന് വിശദീകരിക്കുന്നത് അത് ബൗദ്ധരെ എന്താണ് കൊന്ന സ്ഥലമാണ് എന്നൊക്കെയാണ്. അപ്പൊ അത് ലേഖനം എഴുതുന്ന പോലെ അല്ല ഗവേഷണം. പേര് അമ്പ് അറ എന്ന് നമുക്കത് പിരിക്കാൻ പറ്റുമോ? നിയമപരം അല്ലെങ്കിൽ നിലവിലുള്ള വ്യാകരണ നിയമപ്രകാരം അത് പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ എന്താണ് വ്യാകരണ നിയമം നമുക്ക് സ്ഥാപിക്കാൻ കഴിയണം. അപ്പൊ അങ്ങനെ പറ്റുമോ? പിന്നെ മറ്റ് ചരിത്ര വസ്തുക്കൾ അതിനെ സാധൂകരിക്കുന്നുണ്ടോ? ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിനൊരു വിഷയം അല്ല പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഭാഷയും അല്ലെങ്കിൽ ഭാഷാ സംസ്കാരവും അധികാര ചരിത്രവും എന്ന് പറയുന്ന ഒരു തത്വം അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുമോ? അതായത് ഭാഷയും അധികാരവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു തത്വം നമുക്ക് ഈ പറയുന്നതിലൂടെ സ്ഥാപിച്ചെടുത്താൽ നമുക്കൊരു തത്വം അതിൽ ഉണ്ടാക്കുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ശീർഷകങ്ങൾ തന്നെയാണ് ഇതൊക്കെ. തത്വം നമ്മളെ ഉണ്ടാക്കിയത്. ഈ തത്വം നമുക്ക് വേറെ അപ്ലൈ ചെയ്യാം. വേറെ ചരിത്ര സാഹചര്യങ്ങളെ കണ്ടെത്താനും വേറെ സ്ഥലങ്ങളിലെ സ്ഥലനാമങ്ങൾ പഠിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ഈ നമ്മൾ വിശദീകരിച്ചു വരുന്നത് അറിവിന്റെ നിർമ്മിതി ഉണ്ടാവണം ഗവേഷണത്തിൽ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ നമ്മൾ വിശദീകരിച്ചത് തന്നെയാണ്. ഇപ്പൊ ജ്ഞാനപ്പാന എന്ന് പറയുന്ന ഒരു കൃതി നമ്മൾ എടുക്കുകയാണെങ്കിൽ ജ്ഞാനപ്പാന ഒരാൾ കേൾക്കുന്നു, അമ്പലത്തിൽ നിന്ന് രാവിലെ കേൾക്കുന്നു. ഒരു ദിവസം രാവിലെ കേട്ടപ്പോൾ ചില വരികൾ കേട്ടപ്പോൾ അയാൾക്ക് സംശയം. ലഭശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യോളം നടക്കുന്നത് ചിലർ, അർത്ഥാശങ്കയ്ക്ക് വിരുത് വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദികൾ ചെയ്യുന്നത് ചിലർ. ഇത് കേട്ടപ്പോൾ അയാൾക്ക് സംശയം. ഇതെന്താണ് ശാന്തി ചെയ്യുവാനായിട്ട് സന്ധ്യോളം പോകുന്നത് മോശമായിട്ട് ഇയാൾ പറയുന്നു, അഗ്നിഹോത്രാദികൾ ചെയ്യുന്നത് മോശമായിട്ട് പറയുന്നു. ഇതൊക്കെ നല്ലതല്ലേ? ഭക്തി കവി അങ്ങനെ പറയാം അല്ലേ? മുമ്പ് ഈ യാഗങ്ങൾ ചെയ്യുന്നത് മോശമാണെന്ന് പറഞ്ഞവരെയല്ലേ കൊന്നതൊക്കെ. ബ്രാഹ്മണ മതത്തിന്റെ കാലത്തിലെ വസിഷ്ഠൻ ശ്രീരാമനോട് അവളെ കൊല്ലും എന്ന് പറയുന്നതിന് കാരണം ഇവരെല്ലാം യാഗം മുടക്കുന്നവരാണ്, താടകയൊക്കെ കൊല്ലുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ക്രൂരമായി എന്താണ് ഭക്തിയുടെ പ്രത്യയശാസ്ത്രം വളരെ ക്രൂരമായി ഇത്തരം നിലപാടുള്ളവരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ? അപ്പൊ അയാൾക്ക് തോന്നി കൊള്ളാലോ,
വായിച്ചു നോക്കിയപ്പോൾ ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ ഒരു ആ, ശീർഷകം ഉണ്ടാക്കാം, ജ്ഞാനപ്പാനയിലെ ഭക്തി വിമർശനം ഒരു പഠനം. ഒരു പഠനമാണല്ലോ, രണ്ട് പഠനം നടത്തില്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ശീർഷകം ഉണ്ടാക്കാം എന്ന് വിചാരിക്കാം. ശീർഷകം ഉണ്ടാകുന്ന കുഴപ്പമില്ല, ലേഖനമൊക്കെ എഴുതാമെങ്കിലും അതൊരു ഗവേഷണ പ്രബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു ഒരു ഒരു തത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലേ? അതായത് സംസ്കാരത്തിന്റെ എന്തെങ്കിലും ഒരു തത്വം ഇങ്ങനെ ഘടിപ്പിച്ച് ഒരു ശീർഷകം വേണമെന്നൊന്നുമില്ല. അപ്പൊ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്: സംസ്കാരത്തിന്റെ പ്രതിഷ്ഠാവൽക്കരണവും കർത്തൃത്വ നിർമ്മിതിയും. എന്ന് വെച്ചാൽ സംസ്കാരത്തിന്റെ ഒരു സവിശേഷത ഇതാണ്: നമ്മൾ എന്തിനെ എതിർക്കുന്നുവോ അതിലേക്ക് ചെന്ന് വീഴും. പൂന്താന ഏതിനെയാണോ എതിർത്തത് അതിലേക്ക് ചെന്ന് വീഴും. അതിനെയാണ് നമ്മൾ പ്രതിഷ്ഠാവൽക്കരണം. ഇപ്പൊ നമ്മൾ വൈറലാവുക എന്ന് പറയുന്ന പോലെ പണ്ട് സംഭവിച്ചതാണ് ഈ പ്രതിഷ്ഠാവൽക്കരണം എന്ന് പറയുന്നത്. ശ്രീനാരായണ വിഗ്രഹങ്ങളെ നിരന്തരം എതിർത്തു. ശിവനെ എതിർത്തു, കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ട് അതിനെ എതിർത്തു, പിന്നെ കണ്ണാടി വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ ഒരാൾ തന്നെ വലിയ വിഗ്രഹമായിട്ട് നമ്മുടെ മുന്നിൽ എത്തുകയും ചെയ്യും. സംസ്കാരത്തിന്റെ സവിശേഷത ഇങ്ങനെ വൈരുദ്ധ്യങ്ങളിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കും. അതൊരു പ്രോസസ് ആവും, പക്ഷെ ചില സമയത്ത് അത് നേരെ തിരിച്ചു വരും. അപ്പൊ അങ്ങനെ വരും. എന്താ കവിതകളില് മെച്ചപ്പെട്ട കവിതകളിൽ ഇത് രണ്ടും കാണും. ഈ സംസ്കാരത്തിന്റെ ഒരു പ്രതിഷ്ഠയും അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കർത്തൃത്വവും കാണും. അപ്പൊ അങ്ങനെ ഒരാൾക്കാണെങ്കിൽ ശീർഷകം ഉണ്ടാക്കിയെടുക്കാം. അതിൽ നിന്ന് ഞാൻ ജ്ഞാനപ്പാന പഠിച്ചതിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു തത്വം ഇതാണ്: സംസ്കാരത്തിന്റെ പ്രതിഷ്ഠാവൽക്കരണവും കർത്തൃത്വം. കർത്തൃത്വം എന്ന് പറഞ്ഞാൽ മറ്റേ വാർത്ത പറയുന്ന കർത്തൃത്വമല്ല. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ഒരു കർത്തൃത്വ നിർമ്മിതി എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് എടുക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ ആശാനെയും പഠിക്കാം. ആശാന്റെ നമ്മൾ കാണുന്നത് ആത്മീയതയുടെ കവി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അത്തരത്തില് ഇങ്ങനെ കവിതയുടെ അകത്ത് ഈ പറയുന്ന പ്രതിഷ്ഠാവൽക്കരണവും അതിന്റെ വിപരീതങ്ങളും കാണാം എന്ന് പറയുന്ന ഒരു തത്വം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഇത് പല കവിതകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാഹിത്യത്തിൽ ചിലപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അറിവിന്റെ നിർമ്മിതി വേണം. മറ്റൊരു കാര്യം, ഈ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ എത്തിക്കൽ വാല്യൂസ് എന്ന് പറയുന്ന സംഭവം, ധാർമ്മിക മൂല്യങ്ങൾ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ എടുക്കുന്ന ഒരു ആക്സിയോളജിക്കൽ എന്ന് പറയുന്ന ഒരു വീക്ഷണം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ രാജ്യത്ത് അല്ലെ ജനങ്ങളുടെ പൈസ കൊണ്ട് നടത്തുന്ന ഈ ഗവേഷണം തീർച്ചയായിട്ടും എന്താണ് ജനാധിപത്യ മൂല്യങ്ങൾ പുലർത്തണം. എനിക്ക് ജനാധിപത്യം ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു നിലപാടുണ്ടായിരിക്കണം. നമ്മൾ എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ എത്തിക്സ് അല്ലെ ഞങ്ങൾ പഠിക്കുന്ന ആ എത്തിക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പകർപ്പ് രചനയും ഗവേഷണവും അത് മാത്രമല്ല അല്ലെ. അതിനേക്കാൾ ഗുരുതരമായിട്ട് നമ്മൾ സമീപിക്കുന്ന വിഷയം തന്നെ എത്തിക്കലാണോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന വംശീയവും ലിംഗപരവുമായിട്ടുള്ള വിഭാഗീയത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് സങ്കല്പം. അപ്പൊ അത്തരത്തില് അതുപോലെ ഇപ്പൊ നമ്മൾക്ക് ഫണ്ട് തരുന്ന എന്താണ് നമ്മൾ സങ്കല്പനപരമായിട്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഫണ്ട് അതിന്റെ മൂല്യങ്ങളെ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ സ്ത്രീ പുരുഷ വിഭാഗീയത ഉണ്ടാക്കുന്നത്, ഇപ്പൊ സ്ത്രീക്ക് ബുദ്ധി കൂടുതലാണെന്നോ പുരുഷന് ബുദ്ധി കൂടുതലാണെന്നോ, സ്ത്രീക്ക് ബുദ്ധിയില്ലെന്നോ പുരുഷന് ബുദ്ധിയില്ലെന്നോ നമുക്ക് അത് സ്ഥാപിക്കാൻ പറ്റില്ല. അല്ല, അങ്ങനെ സ്ഥാപിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഈ പറഞ്ഞ എന്താണ് ഗവേഷണത്തെ സംബന്ധിക്കുന്ന ഒരു ഓണ്ടോളജിക്കൽ വീക്ഷണം, സത്താപരമായ വീക്ഷണത്തിൽ നോക്കുമ്പോൾ നമുക്കത് അങ്ങനെ സ്ഥാപിക്കാനും പറ്റില്ല. അപ്പൊ ഇങ്ങനെ കാരണം പുതിയതിനെ നിർമ്മിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റത് ജനറ്റിക്കായിട്ട് ആണും പെണ്ണും എന്ന് പറയുന്ന വിഭാഗീയതയിൽ നിന്ന് അല്ലെങ്കിൽ വിഭജനത്തിൽ നിന്നുകൊണ്ടാണ് ആ ഒരു വിഷയം വരുന്നത്. പക്ഷെ നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ സ്ത്രീ എഴുതുന്നത് വിപ്ലവ സാഹിത്യമാണെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല, പുരുഷൻ എഴുതുന്നത് വിപ്ലവ സാഹിത്യമാണെന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് അത്തരം വിഭജനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വിഷയം ഉണ്ടാക്കാനും പറ്റില്ല, അറിവ് ഉത്പാദിപ്പിക്കാനും പറ്റില്ല. വിഷയം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് അറിവ് ഉണ്ടാക്കാനും പറ്റില്ല. അത് ഗവേഷണം ആവുകയും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പൊ നമ്മൾ ലേഖനമൊക്കെ എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. മാതൃഭൂമിയിലോ മനോരമയിലോ ഒക്കെ ലേഖനമൊക്കെ എഴുതുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതൊരു അറിവ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഗവേഷണ വിഷയമാകാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഫെമിനിസം, സാറാ ജോസഫിന്റെ നോവലുകളിൽ എന്ന് പറഞ്ഞിട്ട് ഫെമിനിസം സ്ത്രീ എഴുതുന്നതാണ് സ്ത്രീ സാഹിത്യം എന്ന് നിർവചിക്കുന്നു വയ്ക്കുക. ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ നിർവചിച്ചു, സ്ത്രീ എഴുതുന്നതാണ് സ്ത്രീ സാഹിത്യം എന്ന് നമുക്ക് നിർവചിച്ചാൽ പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം സാറാ ജോസഫ് സ്ത്രീയാണോ എന്നുള്ളതായിരിക്കും. അല്ല, അതൊരു ഗവേഷണ പ്രശ്നമല്ല. സ്ത്രീ എഴുതുന്നതാണ് സ്ത്രീ സാഹിത്യം എന്ന് പറഞ്ഞിട്ട്
സാറാ ജോസഫിന്റെ കൃതികൾ സ്ത്രീ സാഹിത്യമാണോ എന്ന് പറയുന്ന ഒരു ഗവേഷണ പ്രശ്നം കൊണ്ടെഴുതാൻ പറ്റില്ല. കാരണം അവിടെ സ്ഥാപിക്കേണ്ടി വരുന്നത് സാറാ ജോസഫ് സ്ത്രീയാണോ എന്നാണ്. അപ്പൊ അവിടെ അറിവിന്റെ നിർമ്മാണമില്ല. കാരണം അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഡേറ്റയാണ്. അതിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിച്ചെടുക്കുന്നില്ല ഒരാളും. അപ്പൊ അങ്ങനെ വരുന്ന അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ ലിംഗപരമായ വിഭജനത്തിൽ നിൽക്കുന്ന വിഷയം പോലെ തന്നെ ഈ വംശീയമായ കൂട്ടായ്മയായിട്ട് ജനങ്ങളെ മാറ്റുന്ന വിഷയങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് പല പല കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളുമാണ്. ഇപ്പോ വയനാട്ടിലെ പണിയരുടെ സാംസ്കാരിക സ്വത്വം ഒരു നാടോടി വിജ്ഞാനീയ പഠനം നമുക്ക് പിന്നെ എടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു എത്തിക്കൽ പ്രശ്നമാണ്, അല്ലെ? കാരണം ഒരു ജനവിഭാഗത്തിന്റെ മുഴുവനും ഒരു സ്വത്വം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മൾ ഈ പോപ്പുലർ പഠനം വന്നപ്പോഴാണ് നമ്മൾ ഈ ജനങ്ങളെ ഇങ്ങനെ ഒരു വസ്തുവായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥ, അല്ലെ? അവരെ ഇങ്ങനെ പഠിക്കാൻ പറ്റും, നമുക്ക് അവരെ ഫോട്ടോ എടുത്ത് പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു വസ്തുവായിട്ട് ജനങ്ങളെ കാണുന്ന ഒരു മെത്രോളജി നമുക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുമോ? തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം പ്രത്യേക സ്വഭാവം, ആ സ്വഭാവത്തിൽ ഞാൻ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അതിനൊരു സ്ഥലപരമായ വംശീയമായ വിഭാഗീയത അവിടെ വരുന്നു, അല്ലെ? ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒരു ധാർമ്മികമായ പ്രശ്നങ്ങളാണ്, എത്തിക്കൽ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ സ്വീകരിക്കാമോ എന്നുള്ളത് അത് ആണ് ഈ പറയുന്ന എങ്ങനെയുള്ള ഗവേഷണ പ്രശ്നങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മൾ ഗവേഷണ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിന് വേണ്ട ഡേറ്റയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെ? അതുപോലെ അറിവ് ശേഖരണവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഗവേഷണ പ്രശ്നം, എല്ലാ ഗവേഷണ പ്രശ്നങ്ങളെയും നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഗവേഷണ പ്രശ്നം ആയിരിക്കുമ്പോൾ പോലും, കാരണം അതിനു വേണ്ടിയുള്ള ഡേറ്റ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ സമ്മതി എന്ന് പറയുന്ന ഒരു സാധനം, ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഒരാളിന്റെ നമ്മൾ ഒരു വിവരം ശേഖരിക്കുമ്പോൾ അയാളുടെ സമ്മതി ഉണ്ടായിരിക്കണം. അങ്ങനെ സമ്മതി ഇല്ലാത്ത ഒരു കൂട്ടത്തിൽ നിന്നാണ് നമുക്ക് വിവരം ശേഖരിക്കേണ്ടതെങ്കിൽ നമ്മൾ ആ ഗവേഷണ പ്രശ്നത്തെ ഉപേക്ഷിക്കേണ്ടി വരും. നല്ല ടോപ്പിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ്, എവിടെയൊക്കെ വെച്ച്, ഇതിനു വേണ്ടിയൊക്കെ എത്ര കാലമൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും എന്നുള്ള എല്ലാം അവരെ ബോധ്യപ്പെടുത്തണം. ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിച്ചോട്ടോ എന്ന് ചോദിച്ചു, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു. അത് മാത്രമല്ല, ആ അനുവാദമാണ്, മറിച്ച് ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, ഇത് നിങ്ങളുടെ പേര് ഇതിൽ വെക്കും, അല്ലെ? ഇത് പ്രസിദ്ധീകരിക്കും, അതുപോലെ തന്നെ നിങ്ങൾ ഈ വിവരങ്ങളെല്ലാം തന്നെയും ഈ പറയുന്ന ഒരു ഡേറ്റയായിട്ട് എല്ലാ കാലത്തും ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യം. ഇത് എങ്ങനെ ഇതിന്റെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം, എന്നിട്ട് വേണം അനുവാദം വാങ്ങാൻ. അങ്ങനെ വാങ്ങാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ആ ഗവേഷണ പ്രശ്നത്തെ എന്താക്കാൻ പറ്റും, ഒരു ടോപ്പിക്കാക്കി എടുക്കാൻ പറ്റും. രഹസ്യ സ്വഭാവമുള്ള ഡേറ്റകൾ ഉണ്ടായിരിക്കും, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന ഡേറ്റകൾ ഉണ്ടായിരിക്കും, മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കേണ്ടി വരുന്ന ചില ഗവേഷണ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കും. പണ്ടൊക്കെ നടക്കുമായിരുന്നു, മൃഗങ്ങളുടെ ബ്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ചില ഗവേഷണങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി മറ്റൊരു കാര്യം, അതിന്റെ സാധ്യത എന്ന് പറയുന്ന ഒരു സാധനം, ഫീസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം, അതിന്റെ പരിധികളൊക്കെ എന്തൊക്കെയാണ്, അത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ രചനാ വലിപ്പം എത്ര പേജ്, ഞാൻ നേരത്തെ പറഞ്ഞത് നിശ്ചിതമായ പേജ് വേണം. അതുപോലെ കാലപരിധി, അങ്ങനെ ആ ഗവേഷണ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞപ്പോൾ കൊറോണ ഭീതിയിലൂടെ പോയ 15 വയസ്സ് പ്രായമായവർ ജോലി ലഭിച്ചു കഴിയുമ്പോൾ അവരുടെ പ്രകടനത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അത് അന്വേഷിക്കാൻ പറ്റുമോ? ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ 10-20 വർഷം കഴിഞ്ഞായിരിക്കും അയാൾക്ക് ജോലി കിട്ടുന്നത്. ആ സമയത്ത് കൊറോണ ഭീതിയുടെ അവശിഷ്ടങ്ങൾ ഇവരുടെ മനസ്സിൽ സൃഷ്ടിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റൂല. പറ്റും, അതൊരു അക്കാഡമിക് ഗവേഷണത്തിന്റെ പ്രശ്നമായിട്ട് എടുത്തും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് കാലം കുറച്ചു മുമ്പ് എനിക്കൊന്ന് കുറെ കാലമൊക്കെ എടുക്കാമായിരുന്നു, കുറച്ചൊക്കെ എടുക്കാമായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ള ഓപ്പൺ ഡിഫൻസിലൊക്കെ ഇങ്ങനെ പറയുന്നത്, ഞാൻ 15 വർഷം കൊണ്ട് ചെയ്ത ഗവേഷണമാണിത് എന്ന് പറയും. എന്നുവെച്ചാൽ 15 വർഷം ഇങ്ങനെ നടന്നു എന്നുള്ളതല്ല, മറിച്ച് 15 വർഷവും ഗവേഷണം ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ കുറച്ചുകൂടെ കാലപരിധി ഉണ്ട്. എന്തായാലും 15 മാത്രമല്ല, 25 വർഷം 20 വർഷം ഒക്കെ കഴിഞ്ഞ് ചെയ്യേണ്ടി വരുന്ന ചില ഗവേഷണ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഗവേഷണങ്ങൾ കാലപരിധി എന്ന് പറയുന്നത്, ഇപ്പോ ചിലരൊക്കെ പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ടിൻ സ്റ്റഡീസ്, അഡോപ്ഷൻ സ്റ്റഡീസ്, ഇതൊക്കെ പണ്ട് നടത്തിയിട്ടുള്ളതാണ്. ചിലപ്പോ 2 ഇരട്ടകള്, അവർ പരിസ്ഥിതിയാണോ
ജനറ്റിക് സ്വഭാവമാണോ ഒരു മനുഷ്യനെ എന്റെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരേപോലെ ഒരേ സമയത്ത് ജനിച്ചവരെ കുടുംബത്തിന് ഒരിരട്ടെ, അതായത് രണ്ടുപേരെ ഒരു കുടുംബത്തിൽ വളർത്തുന്നു. വേറൊരാളില് ഇരട്ടയിൽ ഒന്നിനെ കുടുംബത്തിനും മറ്റൊന്നിനെ വേറൊരു സ്ഥലത്ത് പരിസ്ഥിതിയിലും അപ്പൊ വ്യത്യാസമുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങളുണ്ട്. കുറെ വർഷങ്ങൾ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള പഠനങ്ങൾ അക്കാഡമിക് ഗവേഷണത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പറ്റില്ല. ഗവേഷണ പ്രശ്നങ്ങൾ അങ്ങനെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ഡേറ്റകൾ ലഭ്യമായിരിക്കണം. നമുക്ക് ആഗ്രഹങ്ങളൊക്കെ കാണും. ഇപ്പൊ ഒരു അപകടത്തിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അപകടത്തിൽ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, അല്ലെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് എന്നൊക്കെ. പക്ഷെ അതിന് ഡേറ്റ കിട്ടാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഡേറ്റ കിട്ടാത്തത്, പിന്നെ അതുപോലെ ഒറിജിനൽ ഡേറ്റ ഇല്ലാത്തത്. ഇപ്പൊ ഒരു ചിത്രത്തെ കുറിച്ച് പഠിക്കാൻ ആ ചിത്രത്തിന്റെ ഡിജിറ്റൽ പതിപ്പുകളോ കിട്ടിയിട്ട് കാര്യമില്ല. അതിന്റെ നിറങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച് ഇവിടെ ഗവേഷണ ബന്ധം അവതരിപ്പിച്ച് കിട്ടിയവരൊക്കെ ഉണ്ട്. ഇല്ല, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാവൂ എന്നുള്ളതാണ്. ഒറിജിനൽ ഡേറ്റ ലഭ്യമല്ലാത്ത, കാരണം ഇപ്പോൾ ചിത്രങ്ങളുടെയൊക്കെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനമായ അവർ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇപ്പൊ ഞാൻ ഈ ഒരാവശ്യത്തിന് വേണ്ടി ഇപ്പോ ഈ ശകുന്തള ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു ചിത്രം, രവിവർമ്മയുടെ ചിത്രമുണ്ട്. അതൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നോക്കി. അപ്പൊ എനിക്ക് സംശയം വന്നത് അത് കാവ്യ വസ്ത്രമാണോ, സ്വർണ്ണ വസ്ത്രമാണോ, സാരിയാണോ അവർ ഉടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊരു സംശയം വരെ ചെയ്യും. അപ്പൊ അതിന്റെ ഒറിജിനൽ കണ്ടേ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റൂ. അപ്പൊ അത്തരത്തില് നമ്മളെ എന്താണ് ഡേറ്റ ഒറിജിനലായി. ആ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മള് പരിഭാഷ ആവരുതെന്ന് കൂടി ഞാൻ അർത്ഥമുണ്ട്. പരിഭാഷയാണെങ്കിൽ പരിഭാഷ എന്ന നിലയിൽ പഠിക്കാം, അതിന് വേറെ വിഷയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇല്ലേ? അല്ലാതെ നമുക്ക് അത് ഒറിജിനൽ ആയിരിക്കണം എന്നാണ് പൊതുവെ പറയുന്നത്. സെക്കൻഡറി സോഴ്സ് പോലും എന്താണ് ഇപ്പോ ഉപ്പട്ടക്കയുടെ പുസ്തകം ഉണ്ടല്ലോ, ഹൗ ടു റൈറ്റ് തീസിസ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോ സെക്കൻഡറി സോഴ്സ് പോലും ഒറിജിനൽ അറിയണം എന്നാണ്. കാരണം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് സെക്കൻഡറി സോഴ്സ് വേറൊരു ഭാഷയിലാണ്. ഇപ്പൊ ഫ്രഞ്ച് അറിയാത്ത ഒരു ജർമ്മൻ കുട്ടിക്ക് നീഷയിൽ റിസർച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. അല്ല, അതൊക്കെ തർക്കിക്കാവുന്നതാണ്. എന്തായാലും പുള്ളി പറയുന്നത് അതാണ്. അതായത് ഇപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ അല്ലെ നീഷയുടെ പഠനങ്ങൾ വേറൊരു ഭാഷയിലാണ് കൂടുതലുണ്ടായെങ്കിൽ ആ ഭാഷയും കൂടി നമ്മൾ അറിയാം. നമ്മളിപ്പോ ഒരു മലയാള എഴുത്തുകാരനെയാണ് എടുക്കുന്നതെങ്കിലും അയാളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ വന്നിട്ടുള്ളതെങ്കിൽ ആ ഇംഗ്ലീഷ് ഭാഷ അറിയാതെ നിങ്ങൾ എടുക്കരുത് എന്നാണ് പറയുന്നത്. അല്ല, അപ്പൊ എന്തായാലും ഈ പറയുന്ന ഒറിജിനൽ എന്ന് പറയുന്ന സംഭവവും അല്ലെ ഡേറ്റകൾ ലഭ്യതയും ഒക്കെ വരുന്ന വിഷയങ്ങൾ, ഗവേഷണ പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതുപോലെ വ്യക്തത, കൃത്യത, ഇതൊക്കെ അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നതാണ്. ഈ ഗവേഷണ പ്രശ്നങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായി ഇപ്പൊ ജനപ്രിയതയുടെ നിർമ്മിതി, സിനിമാ പ്രസിദ്ധീകരണങ്ങളെ മുൻനിർത്തി പഠനം, ജനപ്രിയത എന്ത്, അല്ലെ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ ചില ടേമുകളുണ്ട്. അല്ലെ അതുപോലെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏത് വർഷം, അല്ലെ ഏത് ഭാഷ, അല്ലെ ഭാഷ മലയാളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഏത് വർഷം, ഏത് പീരീഡ്, ഇങ്ങനെയൊക്കെയുള്ള കൃത്യത എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കണം. ആ നമ്മൾ എടുക്കുന്ന ആ വിഷയത്തിനും ആ വിഷയ മേഖലയ്ക്കും എന്താണ് കൃത്യത ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. അതിനെ കമ്പോണന്റുകളായിട്ട് തിരിച്ച് അല്ലെങ്കിൽ അതിനെ ഭാഗങ്ങളായിട്ട് തിരിച്ച് അതിനെ നിർവചിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനെയും നിർവചിക്കണം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അങ്ങനെ നിർവചിച്ചെടുക്കണം എന്നാണ് മറ്റൊരു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവേഷണ പ്രശ്നങ്ങളിൽ, അപ്പൊ അങ്ങനെയുള്ള ഗവേഷണ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ എന്നുള്ളതാണ് ഒരു ഘടകം. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഗവേഷണ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ എല്ലാത്തിനും, അതായത് പല പല പ്രോസസ്സുകളുണ്ടല്ലോ. നമ്മളൊരു ശീർഷകം കണ്ടെത്തുന്നു, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഗവേഷണ ചോദ്യം നിർമ്മിക്കുന്നു, അതുപോലെ അതിന്റെ ലക്ഷ്യങ്ങൾ എഴുതുന്നു, അതുപോലെ എന്താണ് തുടർ പഠന സാധ്യത എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതെല്ലാം നിഗമനങ്ങൾ എഴുതുന്നു, പരികല്പന എഴുതുന്നു. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കാര്യം, അതിന്റെ രീതിശാസ്ത്രം എഴുതുന്നു. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന കാര്യമാണ് ഗവേഷണ പ്രശ്നം എന്നാണ് ഇനി അടുത്ത ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അത് വിശദീകരിക്കാൻ വേണ്ടി ഞാനൊരു 2 തീസസ് എടുക്കുന്നത്. ഇതൊന്നും മോശമായിട്ട് തീസസ് എന്നുള്ള അർത്ഥത്തിലല്ല ഇതൊന്നും പറയുന്നത്. ഒരു ശീർഷകം ഇങ്ങനെയാണ്: കവിത്രയത്തിന്റെ സാഹിത്യ നിരൂപണം എന്ന് പറഞ്ഞ് നമ്മളൊരു ശീർഷകം എടുക്കും. ഗവേഷണ പ്രശ്നം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഗവേഷണ പ്രശ്നം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. മറ്റൊരു ശീർഷകം എന്താണ് ആദിപ്രരൂപങ്ങളുടെ പുനർനിർമ്മിതി, MD വാസുദേവൻ നായരുടെ തിരക്കഥകൾ എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ ഗവേഷണ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. മിത്തുകളിൽ
ചരിത്രം എന്താണ് പ്രച്ഛന്നമായിരിക്കുമെന്നും അല്ലെ. അതായത് മിത്ത് സിനിമയാവുമ്പോൾ അല്ലെ, ഇപ്പൊ പെരുന്തച്ചൻ സിനിമ, അതുപോലെ വടക്കൻ വീരഗാഥ, ഇങ്ങനെയുള്ള മിത്തുകൾ സിനിമയാവുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഗവേഷണ പ്രശ്നം എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ്. അതിനകത്ത് ഈ മിത്തുകളിൽ ഇല്ലാത്ത ചരിത്രം എന്താണ് മുന്നിട്ട് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം, മിത്തുകൾ, അങ്ങനെ ചോദ്യമാണ് ഇതിന്റെ ഗവേഷണ പ്രശ്നമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ പറഞ്ഞ ആദ്യത്തെ തീസിസില് കവിത്രയത്തിന്റെ സാഹിത്യ നിരൂപണം എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഗവേഷണ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പിന്നീട് വരുന്നതിന് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, ഗവേഷണ പ്രശ്നമില്ല. അതുകൊണ്ട് പ്രബന്ധ ഒരു പ്രബന്ധ ശീർഷകം ഗവേഷണ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു ശീർഷകമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ശീർഷകത്തിന്റെ ഗവേഷണ മേഖലയുണ്ട്, എന്താണ് കണ്ടെത്തുന്നതെന്നില്ല. എന്തായാലും വിഷയം ഞാൻ പറഞ്ഞത് കവിത്രയത്തിന്റെ സാഹിത്യ നിരൂപണം. അപ്പൊ കവിത്രയം ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എഴുതിയ സാഹിത്യ നിരൂപണങ്ങളാണ് പഠിക്കുന്നത്. അതിലെന്താണ് പഠിക്കുന്നത്, എന്താണ് തത്വം കണ്ടെത്തുന്നത് എന്ന് പറയുന്ന സംഭവം അതിനകത്തില്ല. അതുകൊണ്ട് അത് ഗവേഷണ ശീർഷകവും ആവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഗവേഷണ ചോദ്യമില്ല. ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ കവിത്രയത്തിന്റെ നിരൂപണ സങ്കല്പം കണ്ടെത്തുക, അത്രയോ. പിന്നെ ഉള്ളത് തുടർ പഠന സാധ്യത എന്തായാലും ഇല്ല അല്ലെ. എന്താണ് നിങ്ങളുടെ സിഗ്നിഫിക്കൻസ്? ഒന്നുമില്ല. ഒന്നും എഴുതിയിട്ടുമില്ല, എഴുതാൻ പറ്റുകയുമില്ല. പരികല്പന അതുമില്ല. അതായത് ഗവേഷണ പ്രശ്നങ്ങളില്ലെങ്കിൽ പിന്നെ വരുന്ന ഒന്നുമില്ല. അല്ല അതിന്റെ വേരിയബിൾസ്, അതായത് എന്താണ് അതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ സയൻസിലൊക്കെ ആകുമ്പോൾ അത് എന്താണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗവേഷണ ചരങ്ങൾ അതില്ല. രീതിശാസ്ത്രം ഒന്നുമില്ല. അധ്യായക്രമം എന്താണ് ചോദിച്ചാൽ ഈ കവിത്രയത്തിന് മുമ്പുള്ള മലയാള നിരൂപണം, പിന്നെ അടുത്ത അധ്യായം വാനാശാന്റെ നിരൂപണം, ഉള്ളൂരിന്റെ നിരൂപണം, വള്ളത്തോളിന്റെ നിരൂപണം, ഉപസംഹാരം അല്ലെ. അങ്ങനെ നിഗമനം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിൽ എന്തൊക്കെ സിദ്ധാന്തങ്ങളോ അല്ലെങ്കിൽ തത്വങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ അതിനെ ആശ്രയിക്കേണ്ട വേറെ ഒന്നും തന്നെ ഇല്ല. ഇനി എന്താണ് കണ്ടെത്തിയത്? കണ്ടെത്തിയതിന്റെ ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കുമാരനാശൻ കവിത എഴുതുമ്പോഴും നിരൂപണം എഴുതുമ്പോഴും തന്നിലെ നിരൂപകൻ മുന്നിലും കവി പിന്നിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോളിലാകട്ടെ കവിത എഴുതുമ്പോഴും നിരൂപണം എഴുതുമ്പോഴും തന്നിലെ കവി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഉള്ളൂരിനെ സംബന്ധിച്ച് നിരൂപണമായാലും കവിതയായാലും പണ്ഡിതൻ തന്നെയാണ്. അതായത് ആശാൻ കവിത എഴുതുമ്പോ അല്ലെ, നിരൂപണം എഴുതുമ്പോഴും കവിയാണ് പ്രധാനം. അല്ല, നിരൂപകൻ കവിത എഴുതുമ്പോഴും നിരൂപണം എഴുതുമ്പോഴും തനിലെ നിരൂപകനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതായത് ആശാനിൽ നിരൂപണ വ്യക്തിത്വമാണ്, വള്ളത്തോൾ കവി വ്യക്തിത്വമാണ്, ഉള്ളൂരിൽ പണ്ഡിത വ്യക്തിത്വമാണ്. ഇങ്ങനെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അഭിപ്രായം പോലും അല്ല, കാരണം കവിത പഠിച്ചിട്ടില്ല, നിരൂപണം മാത്രം പഠിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇനി കവി എന്താണെന്ന് നിർവഹിക്കണം. അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ആണെങ്കിൽ പോലും, ഒരു തുച്ഛമായ അഭിപ്രായം ആണെങ്കിൽ ആ അഭിപ്രായം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ, അഭിപ്രായം പ്രസ്താവിക്കണമെങ്കിൽ തന്നെ നമ്മൾ കവി എന്താണെന്ന് നിർവഹിക്കണം. ഇവിടെ ഞാൻ കവി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, നിരൂപകൻ, പണ്ഡിതൻ എന്നൊക്കെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു അഭിപ്രായം പോലും അല്ലാത്തൊരു അഭിപ്രായത്തിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. അതേസമയം നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഈ നമ്മളെല്ലാം ചെയ്യുന്ന ഇതെല്ലാം കാണും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇപ്പൊ ആദിരൂപങ്ങളെ മുൻനിർത്തിയുള്ള പഠനം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഗവേഷണ പ്രശ്നമുണ്ട്. പ്രബന്ധ ശീർഷകം അല്ലെ, പ്രബന്ധ ശീർഷകത്തില് ഗവേഷണ പ്രശ്നം അത്രത്തോളം വ്യക്തമല്ലെങ്കിൽ പോലും ഉണ്ട് അല്ലെ. ആദിരൂപങ്ങളുടെ പുനർനിർമ്മിതി എന്ന് പറയുമ്പോൾ ആ ഗവേഷണ പ്രശ്നം അത്ര പ്രകടമല്ല, എങ്കിലും പുനർനിർമ്മിക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ, അത് കണ്ടെത്താനായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശീർഷകമുണ്ട് അല്ലെ. ഗവേഷണ ചോദ്യമുണ്ട്. സാഹിത്യകൃതികളിലെ മിത്തുകൾ ചരിത്രപരമായി നിർമ്മിക്കപ്പെടുന്നുണ്ടോ, മിത്തുകൾ ചരിത്രപരമായി പുനർനിർമ്മിക്കപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞ ചോദ്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ആദിരൂപങ്ങളുടെ ഈ അധികാര ചരിത്ര ബന്ധം, മിത്ത് സർഗാത്മക കൃതികളിൽ എത്തുമ്പോഴുള്ള വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ടെത്തേണ്ട ലക്ഷ്യങ്ങളായിട്ടുണ്ട്. തുടർ പഠന സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടുപിടിച്ച കാര്യം അതായത് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്, ആ ചരിത്രപരമാണത് അല്ലെ. അതായത് മിത്ത് സിനിമയായപ്പോ അല്ലെങ്കിൽ സർഗാത്മക കൃതി ആയപ്പോൾ അല്ലെങ്കിൽ തിരക്കഥയായപ്പോ അതിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചരിത്ര സാന്നിധ്യം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തുടർ പഠനം അങ്ങനെ കണ്ടെത്തുമ്പോ അതിലെന്താണ് അത് വേറൊരു കൃതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് തുടർ പഠന സാധ്യത എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പെരുന്തച്ചൻ എന്ന് പറയുന്ന കൃതി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു മിത്തിന്റെ അംശമുണ്ട് അല്ലെ. ഒരു മിത്ത് അതില് വരുന്ന, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ ജാതി പ്രശ്നങ്ങൾ, അന്നത്തെ സാമൂഹിക വ്യവസ്ഥ, ഇതെല്ലാം MT ഉന്നയിച്ചുകൊണ്ട് വരെയാണല്ലോ ചെയ്യുന്നത്. അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
അതായത് ഒരു ആശാരി പണിയുന്നു, അതുകൊണ്ട് എന്താണ് ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് പ്രതിഷ്ഠിക്കുന്നു, അല്ലെ, ആശാരി പുറത്താകും. ഇത് അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ഒരു രീതിയാണ്. അപ്പൊ ആ ഒരു കാര്യം അതിനകത്ത് ഉന്നയിക്കൊണ്ടുവരുന്നു, അല്ലെ. അത് ഒരു ഈ മകൻ മെച്ചപ്പെട്ടവനാകുമ്പോ അച്ഛന്റെ ദുരന്തം, അല്ലെ, അച്ഛന്റെ കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല അത് വരുന്നത്, അല്ലെ, മറിച്ച് എന്താണ് അടുത്ത തലമുറയിൽപ്പെട്ട ഒരാൾ, അല്ലെ, ഈ മഹാനായ, അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്, എന്താണ് പിതാമഹൻ, അല്ലെ, വലിയ വലിയ കലാകാരന്മാർ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ കൊല്ലണം, എന്നാൽ മാത്രമേ വലിയ വലിയ കലാകാരന്മാരുണ്ടാവും. അല്ലെ, ഈ താജ്മഹലിനെ സംബന്ധിക്കുന്ന ഒരു കഥയുണ്ട്, അതൊന്നും ആവണമെന്നില്ല. ഒരു കഥയുള്ളത് ഇതാണ്, താജ്മഹൽ നിർമ്മിച്ച ആളിന്റെ കൈ മുറിച്ച് കളഞ്ഞു എന്നാണ്. ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? വീണ്ടും പിന്നെ എന്താണ് താജ്മഹലുകൾ ഉണ്ടാക്കും, അതിനേക്കാൾ മെച്ചപ്പെട്ടത് അയാൾ ഉണ്ടാക്കും, അല്ലെ. അങ്ങനെ ഒരുപാട് താജ്മഹൽ ഉണ്ടാകുമ്പോഴേക്കും അത് ലോക മഹാത്ഭുതം അല്ലാതായിട്ട് മാറും. അപ്പൊ രാജാവിന്റെ പേരിൽ ഒരു മഹാത്ഭുതം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വിഗ്രഹം ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു അത് ജാതിവ്യവസ്ഥ എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കലാശില്പം ഉണ്ടാക്കിയ ഒരാളിനെ കൊല്ലണം. ഈ ഒരു അധികാര പ്രശ്നമായിട്ട് ആ കോംപ്ലക്സിനെ മാറ്റുകയാണ്. അത് മകനായി മാറുമ്പോഴത് തന്റെ തന്നെ ദുരന്തമായിട്ട് അത് മാറും. അതായത് പിന്നെ എഴുത്തച്ഛൻ വലിയ മഹാനായിട്ട് ഇരിക്കണമെന്നെങ്കിൽ മകനെ കൊല്ലണം. അത് അന്നത്തെ ജാതി വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ബ്രാഹ്മൺ മഹാനായിട്ട് ഇരിക്കണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നവനെ എന്ത് ചെയ്യണം? കൊല്ലണം, അല്ലെങ്കിൽ ഒഴിവാക്കിയെടുക്കണം. അങ്ങനെയുള്ള ആ ഒരു മിത്തിന്റെ കഥയെ അന്നത്തെ അധികാര പ്രശ്നമായിട്ട് അതിനെ വിപുലീകരിക്കുന്നു എന്നാണ് ഈ തീസിസിലൂടെ കണ്ടെത്തുന്നത്. അപ്പൊ അത്തരത്തില് ഈ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് നയിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ഒരു ഗവേഷണ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരണം. അല്ലെ, അപ്പൊ അതിൽ നിന്ന് അധ്യായമൊക്കെ അങ്ങനെ വിടർന്നു വരും. അല്ലെ, ഒന്നാം അധ്യായം എന്ന് പറയുമ്പോൾ വ്ളാദിരൂപം, കൃതി, മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. രണ്ടാം അധ്യായം ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ഒരു വിശകലനം ആവാമെങ്കിൽ, മൂന്നാമത്തെ അധ്യായം ഈ പറയുന്ന ആർക്കി ടൈപ്പിന്റെ വടക്കൻ വീരാധീനൊക്കെ അങ്ങനെയാണ്. രക്ഷകൻ എന്ന് പറയുന്നത്, ചേകോൻ എന്ന് പറയുന്ന ഒരു ദുരന്തമാണ് എന്നാണ് കാണിക്കുന്നത്. പിതാമഹൻ പെരുന്തച്ഛന്റെ അത് ദുരന്തമാണ്. പിന്നെ ഈ വൈശാലിയിലെ ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു വേശ്യ എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഈ എന്താണ് ബ്രഹ്മചാരി എന്ന് പറയുന്ന, അതിന്റെയൊക്കെ ഒരു ദുരന്തങ്ങളാണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഈ ദുരന്തങ്ങളിലൂടെ അധികാര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന ഒരു തീമാണ് അതിനകത്ത് നമ്മൾ കണ്ടെത്തിയെടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കണം, അത്തരത്തിലുള്ള ഗവേഷണ പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഭാഗം ഞാൻ അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഈ ജനിതക പരിണാമവും സാമൂഹിക പരിണാമവുമാണ് നമ്മളുടെ ഈ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ മനുഷ്യ ഗുണത്തെ നിർമ്മിച്ചത് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിച്ച ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ നിലവിലുള്ളതിനെ കണ്ടെത്തുന്നതല്ല, കണ്ടെത്തുക കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ രണ്ടർത്ഥത്തിലാണ് നമ്മൾ ഈ ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനെ നമ്മൾ ഡിസ്കവറി എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. മറ്റൊരു ഇൻവെന്റ്, പുതിയൊരു സാധനത്തിനെ കണ്ടുപിടിക്കും. അപ്പൊ കണ്ടെത്തുന്നതല്ല, മറിച്ച് കണ്ടുപിടിക്കുന്നതാണ് ഗവേഷണം, അല്ലെ. നേരത്തെ നമ്മൾ ഓണ്ടോളജിക്കൽ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്ലെ. അത് ഈ നമ്മൾ വസ്തുനിഷ്ഠമായി കണ്ടെത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് കണ്ടുപിടിക്കുന്ന ഒന്നാണ്. അതായത് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വേറൊന്ന് കണ്ടുപിടിക്കും. പക്ഷിയിൽ നിന്ന് പ്ലെയിൻ കണ്ടുപിടിക്കും, അല്ലെ. പക്ഷി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് പ്ലെയിൻ എന്ന് പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യത്തെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യമൊന്നും ഇല്ല എന്നല്ല, യാഥാർത്ഥ്യമൊന്നും ഇല്ലെങ്കിൽ ഗവേഷണം നടത്താൻ പറ്റില്ല. അപ്പൊ അത്തരത്തില് ഉള്ള ഒരു കണ്ടുപിടുത്തമാണ് ഗവേഷണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തത്വചിന്താപരവും പുനരുപയോഗ ഗവേഷണത്തിലൂടെ നിർമ്മിക്കുന്നത് ഡേറ്റയല്ല, മറിച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു. അതിനാണ് നമുക്ക് പൈസ തരുന്നത്, അല്ലാതെ നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയല്ല. അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന അതിന്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള, അല്ലെ, അതിന്റെ ആ മൂല്യങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങൾ പുലർത്തണം എന്ന് പറയുന്ന ഒരു ആശയം അതിൽ നിന്നുണ്ടാകും. അനറ്റിക്കൽ സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. അത് വസ്തുനിഷ്ഠമായിരിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് പറയുന്നത്. പിന്നീട് ഈ പറയുന്ന ഗവേഷണ പ്രശ്നങ്ങളാണ് ശീർഷകം മുതൽ ഉപസംഹാരം വരെയുള്ള പ്രബന്ധ ഘടനയെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ആദ്യ ഭാഗത്ത് ഗവേഷണ പ്രശ്നം എന്ന് പറയുന്ന ഭാഗത്ത്. ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുക, ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇതിനടുത്തത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ.
പക്ഷേ ഗുഡ് ഈവനിങ്. ചോദിച്ചോളൂ. പേരെന്താണ്? എന്റെ പേര് ബിബിൻ എന്നാണ്, ബിബിൻ ആന്റണി. ബിബിൻ ചോദിച്ചോളൂ. പക്ഷേ നമ്മുടെ ഈ ഗവേഷണത്തിന്റെ ശീർഷകത്തിനകത്ത് തന്നെ ഈ ഗവേഷണ പ്രശ്നം കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ടോ, അതോ ശീർഷകത്തിൽ കൃത്യമായിട്ട് പറയാതെ അതിന്റെ ആമുഖത്തിൽ അത് വിശദീകരിച്ചാൽ മതിയാവുമോ? ശരിയായ രീതി അത് ശീർഷകത്തിൽ വരണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു ശീർഷകത്തിൽ വരുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ ശീർഷകം ഗൈഡും അതുപോലെ ഡോക്ടർ കമ്മിറ്റിയും എല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനാണ്, ആ പ്രോസസ്സിന് വേണ്ടിയാണ് അത് അത്രയും വെച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തില് ഗവേഷണ പ്രശ്നം ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം എന്നല്ല, അങ്ങനെയാണ് പൊതുവെ നമ്മൾ ഗവേഷണത്തെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ ചിലപ്പോൾ അത് വളരെ പ്രകടമായിരിക്കില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരും. നമ്മളിപ്പോ മുൻകൂട്ടി പറയുമ്പോൾ നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗവേഷണ പ്രശ്നങ്ങളിൽ ചില മാറ്റങ്ങൾ വരാം. അപ്പൊ നമുക്ക് ശീർഷകം തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഒരു നല്ല ശീർഷകം നമ്മൾ സാധാരണ ഗവേഷണ പ്രശ്നത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ചോദിച്ചോളൂ. എല്ലാവരും ഉറങ്ങിയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. ഞാൻ രജിതയാണ്. ചോദിക്കൂ. നമ്മള് ഇപ്പൊ ഈ ശീർഷകം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ വളരെ വൈഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഗവേഷണമായിട്ട് അതിനെ കുറയ്ക്കാൻ നമുക്ക് പറ്റുമോ? ആ ഒരു ഏരിയയുടെ ചുരുക്കി ഇതാക്കാൻ നമുക്ക് പറ്റുമോ? അത് ആ ശീർഷകമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ശീർഷകത്തിൽ ആ ഏരിയ വളരെ വിസ്തൃതമാണെങ്കിൽ നമ്മൾ ശീർഷകം തന്നെ തിരുത്തേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ സിനോപ്സിസ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു സിനോപ്സിസ് വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ശീർഷകത്തിൽ വളരെ വിസ്തൃതമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ശീർഷകം മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്, അതിലൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ. താങ്ക് യു സർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞോ? ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ വിശദമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതില് ഈ സമകാലിക ഗവേഷണ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില സിദ്ധാന്തങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. അതിനെ എങ്ങനെ ഒരു പ്രശ്നവൽക്കരിക്കാം, അതിനെ നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം അതിൽ നിന്ന് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആശയങ്ങൾ തന്നെയാണ്. അതിനെ നമുക്ക് എങ്ങനെ ചോദ്യങ്ങളാക്കിയെടുക്കാം അല്ലെ, അതിൽ നിന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മളെ വിഷയങ്ങൾ പല വിഷയങ്ങൾക്ക് തന്നെ പല ചോദ്യങ്ങൾ രൂപപ്പെട്ടു വരും. അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് പല രീതിയിലുള്ള ഉത്തരങ്ങളിലേക്ക് അത് നയിക്കാം എന്നുള്ളതാണ്. ഇത് പൊതുവെ നമ്മൾ ഓരോ കാലഘട്ടത്തിനും ഓരോ വിഷയങ്ങൾ നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു 10 വിഷയം എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം അവരെന്ത് എഴുതുമെന്ന്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയങ്ങൾ അല്ലെ, ഓരോ ജ്ഞാനമണ്ഡലങ്ങൾ നമ്മളിലേക്ക് വരും. നമ്മൾ പറയാറില്ലേ ഈ എപ്പിസ്റ്റമോളജിക്കൽ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റങ്ങളാണ് ജ്ഞാനത്തെ
മനസ്സിലാക്കുന്നതിന് പിന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ വരുന്നതെല്ലാം അതിന്റെ സമാനതകൾ എന്നുള്ളതാണ്. നമ്മളെ ചിന്തിക്കാനും ഒക്കെ ഒരു രീതിശാസ്ത്രം അത് നമുക്ക് നൽകും. പിന്നെ അതങ്ങ് സ്വയം പ്രവർത്തിക്കും. നമ്മള് ഇല്ലാതാക്കാനും നന്നാക്കാനും ഒക്കെ അത് ഉപയോഗപ്പെടും. അത്തരത്തിലുള്ള ഒരു അതിനെ നമ്മളൊരു ഈ പറഞ്ഞ ജ്ഞാനശാസ്ത്രം എന്ന് തന്നെ പറയുന്ന അങ്ങനെ ആ ഒരു ജ്ഞാനശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയങ്ങളെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഓരോ കാലഘട്ടത്തിലും. അതിന് കാരണം വലിയ കണ്ടുപിടുത്തങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നമുക്ക് അതിന് കാരണങ്ങളാണ്. ഒരു 16-17 നൂറ്റാണ്ടില് ഉണ്ടാവുന്ന വിപ്ലവങ്ങളാണ് അന്നത്തെ ഈ പറയുന്ന ഒരു ജ്ഞാനമണ്ഡലത്തെ ഒരു എപ്പിസ്റ്റമോളജിയെ നിർമ്മിച്ചെടുക്കുന്നത്. അല്ലെ, അന്ന് നമുക്ക് മതപരമോ നിഗൂഢമോ ആയ വിശദീകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവിന്റെ സ്രോതസ്സുകൾ തുറന്നു വരുന്ന അങ്ങനെയാണ്. 18-ാം നൂറ്റാണ്ടെത്തുമ്പോഴത്തേക്ക് അതൊരു റെനസൻസിന്റെയോ ഒക്കെ ഒരു പിൽക്കാല സംഭവമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് യുക്തി, സന്ദേഹവാദം, യുക്തിവാദം ഇങ്ങനെയൊക്കെയുള്ള അതിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാം നിർണ്ണയിക്കുന്നത്. ഈ 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഉത്തരാധുനിക കാലത്ത് വരുമ്പോൾ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായ അറിവ് എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കും. സത്യം ഇതാണ് നമുക്ക് അങ്ങനെ സത്യം എന്ന് പറയുന്നത് നിശ്ചിതമല്ല എന്ന് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഐൻസ്റ്റീന്റെ സിദ്ധാന്തം, ആപേക്ഷിക സിദ്ധാന്തം, അതുപോലെ ഈ ഹൈസൻബർഗിന്റെ ഇപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പോലുള്ള തിയറികള് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് നിശ്ചിതമല്ല സത്യം, ആപേക്ഷികമാണ്. എവിടെ നിന്നാണോ നമ്മൾ നോക്കുന്നത്, ഒരുപാട് ഉദാഹരണങ്ങൾ സയൻസിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എവിടെ നിന്നാണോ നോക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് സത്യം എന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് നമ്മളെ ഈ പറയുന്ന എല്ലാ അറിവുൽപാദന രീതിശാസ്ത്രത്തെയും നമ്മൾ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് പല രീതിയിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പൊ നമ്മൾ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നല്ലതെന്ത് നമ്മൾ മഹാഭാരതത്തെയൊക്കെ പഠിക്കുന്ന സമയത്ത് മാരാര് പറയുന്നുണ്ടല്ലോ, സുയോധനനും ദുര്യോധനനും രണ്ട് വിപരീത അർത്ഥമുള്ള പേരാണ്. നല്ലവണ്ണം യുദ്ധം ചെയ്യുന്ന ആള്, മോശമായിട്ട് യുദ്ധം ചെയ്യുന്ന ആള്, ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധം അതിൽ തന്നെ ധർമ്മമോ അധർമ്മമോ ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ ഉറങ്ങിക്കിടന്ന ആളിനെയൊക്കെ ചവിട്ടിക്കൊന്ന ആളാണ് അശ്വത്ഥാമ, വെട്ടിക്കൊന്ന ആളാണ്, വെട്ടിയൊക്കെ കൊന്ന ആളാണ്. അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ ചോര പുരണ്ട് ഈ വാളും കൈയും കൂടെ ഒട്ടിയിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ കൊന്ന ആളാണ് അയാൾ. കുഴപ്പമില്ലെന്നാണ് മാരാര് പറയുന്നത്. ആരെക്കാൾ? യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ കൃപരേക്കാൾ. കൃപർ അതാണല്ലോ ഇയാള് അവസാനം അരതളർന്ന് ദുര്യോധനൻ കിടക്കുന്ന സമയത്ത് ചെന്നിട്ട് ഞാൻ അവസാനത്തെ സൈന്യാധിപനാവാം എനിക്ക് എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. എന്നിട്ട് ചെയ്യുന്ന എന്താണ്, എല്ലാരെയും കൊല്ലാൻ വേണ്ടി പോകുമ്പോ കൃപർ പറയുന്നത് പോകണ്ട, അതൊക്കെ അധർമ്മമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു എന്നാ വരണ്ട. അപ്പോ കൃപർ പറയും എന്നാ ഞാൻ കൂടെ വരാം എന്ന് പറയും. അപ്പൊ മാരാർ ഈ സന്ദർഭം വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾക്ക് അങ്ങനെ ഹിംസ പാടില്ല എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പോകരുത്. അല്ല, ഇയാൾക്കെതിരെ ആയിട്ട് നമുക്ക് ഈ അഹിംസ നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ഹിംസ വേണം. അതായത് ഇത്രയും പേരെ കൊല്ലാതിരിക്കാം, അശ്വത്ഥാമാവിനെ കൃപര് കൊന്നാൽ മതി. അപ്പൊ അയാൾ പറയുന്നതിൽ അയാൾക്ക് വലിയ എന്താണ് ഒരു താല്പര്യമൊന്നുമില്ല. മറിച്ച് അശ്വത്ഥാമാവ് അതിനേക്കാൾ നല്ലതാണ്. തെറ്റോ ശരിയോ എന്നുള്ളതല്ല അവിടെ വരുന്നത്, ആപേക്ഷികമാണ് അയാളെ സംബന്ധിക്കുന്ന ഈ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ നിശ്ചിതമായി എന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്ന ധർമ്മമൊന്നുമില്ല, മറിച്ച് താരതമ്യങ്ങളിലൂടെ നിലനിൽക്കുന്നതാണ്. ഈ പറഞ്ഞ സ്വന്തം അഭിപ്രായത്തോട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കൃപരേക്കാൾ നല്ലത് സ്വന്തം അഭിപ്രായത്തോട് ആ അഭിപ്രായം എന്നുള്ളത് വേറൊരു കാര്യം അത്. അപ്പൊ ആ അഭിപ്രായത്തോട് ഉത്തരവാദിത്വമുള്ള ശുദ്ധമാവാണ് എന്ന് പറയുന്നൊരു വായനയുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവര് എപ്പിസ്റ്റമോളജിക്കകത്ത് നിൽക്കുന്നുണ്ടാവാം, വേണമെങ്കിൽ പിന്നെ നവോത്ഥാനം ഉണ്ടതിനകത്ത് ഈ പറയുന്ന അതായത് ഒരു ഐൻസ്റ്റീന്റെ വായിച്ചിട്ടാണോ എന്നുള്ളത് അത് വിഷയമല്ല, മറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ആ കാലത്ത് രൂപപ്പെട്ടത് ഇവിടുത്തെ നവോത്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ധർമ്മം ആപേക്ഷികമാണ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരിക്കുന്നത്. മഹാഭാരതത്തില് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ എന്ന് പറയുന്നുണ്ട്. ധർമ്മത്തിന്റെ തത്വം നിഗൂഢമാണ്. നിഗൂഢം മാത്രമല്ല അത് ആപേക്ഷികവുമാണെന്നാണ് മാരാർ അതിനെ വ്യാഖ്യാനിച്ച് എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഈ സത്യം എന്ന് പറയുന്നത്, സത്യമില്ല എന്ന് പറയുന്നത്, സത്യം ആപേക്ഷികമാണെന്ന് പറയുന്നത് രണ്ടാണ്. ഇപ്പൊ മാരാര് സത്യം
ആപേക്ഷികമാണെന്ന് പറയുമ്പോൾ അവിടെ നിലവിൽ സത്യം എന്ന് പറഞ്ഞ ധർമ്മം എന്ന് പറയുന്ന ധർമ്മിഷ്ഠന്മാരെ മുഴുവനും മറിച്ചിട്ടുകൊണ്ടാണ് ഞാൻ എന്റെ സത്യത്തെ സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സത്യ നിർമ്മാണമാണ്. സത്യാനിശ്ചിതമാണെന്ന് പറയുന്ന അറിവ് തന്നെ ഒരു നിർമ്മാണമാണ്. ഐൻസ്റ്റീൻ സ്ഥാപിക്കുന്നത് എന്താ, ഈ അനിശ്ചിതത്വമാണെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കുന്നത് അതൊരു അറിവാണ്. അങ്ങനെ ഒരു അറിവിന്റെ നിർമ്മാണമുണ്ട്, അല്ലാതെ സത്യമില്ല എന്നല്ല. മാത്രമല്ല അത് നിലവിലിരിക്കുന്ന മൂല്യക്രമത്തെ അത് ഖണ്ഡിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നതിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, സത്യമില്ല എന്ന് പറയുന്നത്, സത്യത്തെ നിർണ്ണയിക്കാനാവില്ല എന്ന് പറയുന്നത്, അതുപോലെയല്ല സത്യം ആപേക്ഷികമാണെന്നോ ഡേറ്റകൾ വഴി തെളിയിക്കുന്നു. അതൊരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞ ഉത്തരാധുനികരുടെ ഒരു ഫിലോസഫി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം നിശ്ചിതമല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു മൂല്യക്രമത്തെ ഇല്ലാതാക്കുന്ന നിലപാടില്ല. അതല്ലേ നേരത്തെ കറിയഘട്ടൻ പറഞ്ഞത് അല്ലെ, മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ നിരായുധരാക്കിയിട്ടുണ്ട് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഈ പറയുന്ന തത്വജ്ഞാനം അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ ഉത്തരാധുനികതയായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ് നമ്മുടെ എല്ലാ ഗവേഷണങ്ങളെയും നിർണ്ണയിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല. പ്രശ്നമാണെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പൊ അതിൽ ഈ പറയുന്ന അതിന്റെ ഫിലോസഫിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കാലത്ത് വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് അവർ തരുന്ന ഉത്തരങ്ങളുടെ അകത്ത് നമുക്ക് ഇരിക്കേണ്ടി വരും. നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പോലും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യങ്ങൾ മനസ്സിലാവണം, നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഗവേഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പൊ അത് ചില തിയറികളെ സംബന്ധിച്ച് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം നമുക്കത് നീണ്ടുപോകാൻ സമയമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഡീകൺസ്ട്രക്ഷൻ എടുക്കുന്നു. അതിന്റെ ഫിലോസഫി ഇതാണ്. സത്യം എന്താണ്, ഒരു അർത്ഥത്തിന്റെ ലീലാണ്. അവിടെ നമുക്ക് നിർമ്മിതിയില്ല. അനന്തമായ എന്താണ് അർത്ഥ നിർമ്മിതി എന്ന് പറയുമ്പോൾ അവിടെ ലീല എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു നിർമ്മിതി അവിടെ ഇല്ല. ഒന്നിൽ നിന്ന് മാറി പോകുന്നു എന്ന് മാത്രമേ ഇത് ഓടിച്ചു പറയുന്നുണ്ട്. ഒരു സംശയം ചോദ്യം ചെയ്യും. അതുപോലെ ഈ കർത്തൃത്വത്തെ സംബന്ധിക്കുന്ന ആശയങ്ങൾ, ഇപ്പൊ ഡെത്തത്വം ഇത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് വായനക്കാരന്റെ സ്വാതന്ത്ര്യം അല്ലെ, കൃതിയിൽ നിന്ന് പുതിയ അർത്ഥങ്ങൾ നിർമ്മിക്കുന്നതാണ്. അങ്ങനെയൊന്നും അല്ല പുള്ളി ഉദ്ദേശിക്കുന്നത്. പുള്ളി പറയുന്നത് അർത്ഥം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരൻ, കർത്താവ് അല്ലെ, ഓദർ എന്ന് പറയുന്നത് ഒരു കൃതിയുടെ ഭൂതകാലമാണ്. അതില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പൂർവ്വരൂപമില്ല. ഓരോരുത്തരും ഓരോ വായന നടത്തുന്നു, അതിനൊരു പൂർണ്ണ രൂപമില്ല. മഹാഭാരതത്തിൽ പല പല വായന നടത്തുന്നു. ഇതെല്ലാം വ്യത്യസ്ത വായനയാണെന്ന് അറിയാം നമുക്ക്. അല്ലെ, ഇപ്പൊ അങ്ങനെ അവരെ സംബന്ധിച്ച് അത് മഹാഭാരതം എന്ന് പറയുന്നത് ഇല്ല. മഹാഭാരതം ഇല്ലാതാവുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഹാഭാരതത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അർത്ഥം നിർമ്മിച്ചെടുക്കുന്നത്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ അതിന്റെ വായന ഒരു പൂർവ്വ വായനയാണ് നമ്മൾ മഹാഭാരതത്തിൽ. അങ്ങനെ സ്ഥിരമായിട്ട് മഹാഭാരതത്തിന് അർത്ഥമൊന്നുമില്ല എന്നുള്ളതൊക്കെ വസ്തുതയാണ്. അപ്പൊ മഹാഭാരതത്തിന്റെ പൂർവ്വ വായനയിൽ നിന്നാണ് നമ്മൾ അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത വായന നടത്തുന്നത്. അപ്പൊ ആ പൂർവ്വ വായന പരിസരം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃതിയുടെ ഭൂതകാലമാണ് കർത്താവെന്ന് പുള്ളി പറയുന്നത്. അതായത് ഇപ്പൊ രാമായണത്തെ സംബന്ധിക്കുന്ന എഴുത്തച്ഛന്റെ വായനയൊക്കെ ഖണ്ഡിക്കാൻ വേണ്ടി കൂടിയാണ് ചിന്താവിഷ്ട സീത എഴുതുന്നത്. അപ്പൊ അതിന് പൂർവ്വ വായന ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗവേഷണം പോലും ചെയ്യാൻ പറ്റും. ഇപ്പൊ മഹാഭാരതത്തെ ഗവേഷണം ചെയ്യുമ്പോൾ മഹാഭാരതം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏഴ് ഗവേഷണം ചെയ്തെന്ന് ചോദിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു ഫിലോസഫി വെച്ച് നമുക്ക് ഗവേഷണത്തിന്റെ ഫിലോസഫിയെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ വാട്ടർ ബെഞ്ചമിനെ കുറിച്ച് പറയുമ്പോ പുള്ളി പറയുന്നത് എന്താണ്, അർത്ഥനിർമ്മിതിയിൽ എഴുത്തുകാരനും വായനക്കാരനും കൊളാബറേറ്റേഴ്സ് ആണ്, സഹകാരികളായിട്ടുള്ളവരാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് രണ്ടും ചേർന്ന് ഒരു നിർമ്മിതി നടത്തുകയാണ് ചെയ്യും. എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരന്റെ അഭിപ്രായം എന്നുള്ളതാണ്. ആ എഴുത്തിനെ സംബന്ധിച്ച് നിലവിലിരിക്കുന്ന ഒരു മൂല്യസങ്കല്പമുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു കർത്തൃത്വം എന്ന് പറയുന്ന വേറെ സാധനം. എഴുത്തുകാരനല്ല കർത്തൃത്വം എന്ന് പറയുന്നത്. ആ എഴുത്തിനെ നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരു കർത്തൃത്വം. ആ കർത്തൃത്വവും വായനക്കാരന്റെ ഒരു കർത്തൃത്വവും കൂടി ചേർന്നുകൊണ്ടാണ് ഈ വായന സാധ്യമാക്കുന്നത് എന്ന് പറയുന്നതാണ് വാട്ടർ ബെഞ്ചമിൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതേസമയം ഈ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് ചോദ്യം ചെയ്യുന്നത്. കാരണം അവിടെ പൂർവ്വകാലമില്ല, ഹിസ്റ്ററിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വിഷയം. ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും
ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫി ഉണ്ടാവുന്നത്. ഇപ്പൊ ബൃഹദാഖ്യാനങ്ങളിലില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇയാത്തോട് പറയുന്ന ഈ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ബൃഹദാഖ്യാനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ബൃഹദാഖ്യാനമാണ്. അതിനെ നമ്മൾ പരിഗണിക്കുന്നില്ല, അല്ലെ അതിനെ മറച്ചിരിക്കുന്നു. പിന്നെ ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രാദേശികവൽക്കരണത്തെയാണ് ഈ പറയുന്ന ചെറുതുകൾ എന്ന് പറയുന്നത്. ഈ ചെറുതുകൾ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കാൻ ഇതിന്റെ ഒരു മെത്തഡോളജി നമ്മളെ സഹായിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഗവേഷണ പ്രശ്നങ്ങൾ സിദ്ധാന്തത്തിൽ പോലും ഗവേഷണം ചെയ്യാം, അല്ലെ? മാത്രമല്ല ഈ സിദ്ധാന്തം അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരത്തില് ചോദ്യങ്ങളുടെ രൂപം പ്രാപിക്കേണ്ടി വരും. ഈ പോസിറ്റീവ് ഹ്യൂമനിസം, അല്ലെ, മാനവിക സ്വത്വം എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ഈ ആന്ത്രോപോസെൻട്രിക് എന്ന് പറയുന്ന അതിനെ ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് ടെക്നോളജിയെ പകരം നിൽക്കുന്നു. സത്യം എന്ന് പറയുന്നത് ടെക്നോളജി ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വാദമായിട്ട് പോസിറ്റീവ് ഹ്യൂമനിസം മാറുന്നുണ്ടോ എന്ന് നമുക്ക് ഉന്നയിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു അക്കാഡമിക്കായിട്ട് നമ്മളിൽ കിട്ടുന്ന വിഷയങ്ങളിൽ നമുക്ക് ചോദ്യം ഉണ്ടാക്കുക. അങ്ങനെ ചോദിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇക്കോക്രിറ്റിസം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇക്കോക്രിറ്റിസം അങ്ങനെയാണ്, അല്ലെ? അതായത് ആന്ത്രോപോസെന്റ്, അതായത് മനുഷ്യ കേന്ദ്രിതമല്ല, അതിന് പകരം ഭൂമി കേന്ദ്രിതമാകണം, ജൈവ കേന്ദ്രിതമാകണം. ഇപ്പൊ നമ്മൾ സൈലന്റ് സ്പ്രിംഗ് എന്നൊക്കെ പറയുന്ന കൃതി, ഈ കൃതികളൊക്കെ നല്ല കൃതികളാണ്. അതിനെ മുൻനിർത്തി കൊണ്ടുവരുന്ന വാദങ്ങളാണ് പ്രശ്നങ്ങൾ. സൈലന്റ് സ്പ്രിംഗില് കിളിച്ചെല്ലുകൾ നഷ്ടമാകുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലെ? കിളിയുടെ പാട്ട് വേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ മനുഷ്യന് തന്നെയാണ്. കിളികളാരും കിളിയുടെ പാട്ട് കേട്ട് ആസ്വദിക്കാറൊന്നുമില്ല. മനുഷ്യന് വേണ്ടി തന്നെയാണ് ഇവരെല്ലാം പറയുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നും ഭൂമിയാണ് മനുഷ്യന് കേന്ദ്രമാക്കേണ്ടതെന്ന് പറയുന്നത് തന്നെയും മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ ഈ ജൈവ കൃഷിയുടെയൊക്കെ പരസ്യമായിട്ടല്ലേ നമ്മൾ ഇക്കോക്രിറ്റിസത്തിനെ കുറിച്ച് പറയുന്നത്, അല്ലെ? സൈലന്റ് സ്പ്രിംഗിൽ അവരങ്ങനെ പറയുന്നില്ല. അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കണം, പക്ഷെ അത് വിവേകത്തോടു കൂടിയും ശാസ്ത്രീയമായിട്ടും അറിയാവുന്ന രീതിയിലും ഒക്കെ ഉപയോഗിക്കണ്ടേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നമ്മളും ഇങ്ങനെ വീണ് കിട്ടുന്ന ആശയങ്ങളുമായിട്ട് നടക്കരുതെന്നാണ്. അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹൈപ്പർ റിയാലിറ്റി, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മീഡിയ ഉണ്ടാക്കുന്ന റിയാലിറ്റിയാണ് അതേ ഉള്ളൂ എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയുള്ള കുറെ ആശയം. ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത് അറിയാലോ, ബോധരാജ് പറയുന്ന സാധനങ്ങൾ. അതുപോലെ ഈ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന സങ്കല്പം, ഇപ്പൊ ഫൂക്കോ പറയുന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത് ഡിസ്കോഴ്സ് ആണ് സത്യത്തെ നിർണ്ണയിക്കുന്നത് എന്ന് ഫൂക്കോ പറയും, അല്ലെ? അപ്പൊ സത്യം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനകത്ത് എല്ലാത്തിനും പാതി സത്യം ഉണ്ടെന്നുള്ളത് വേറെ. ഒരു സിസ്റ്റത്തിനകത്ത് നിർണ്ണയിക്കപ്പെടുന്നതാണ് സത്യം. നമ്മൾ സത്യം എന്ന് പറയുന്നത് സത്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നതാണെന്ന് ഫൂക്കോ പറയും. പക്ഷെ അങ്ങനെ അല്ലാതെ തെളിയിക്കാൻ പറ്റും എന്ന് പറയില്ല. ഇപ്പൊ ഒരു ഐഡിയോളജി അവിടെ കൊണ്ടുവരില്ല. നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതെല്ലാം തലതിരിഞ്ഞാണ് കാണുന്നത്, അല്ലെ? സത്യം സൗന്ദര്യമല്ല, തലതിരിഞ്ഞാണ് കാണുന്നത് നമ്മൾ പറയാറുണ്ട്. പഴയ ഒരു വിശകലന രീതിയിലായാലും ഐഡിയോളജി എന്ന് പറയുന്നത് അങ്ങനെ ഇത് നമുക്ക് വളരെ വ്യക്തവുമാണ്, അല്ലെ? നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തിട്ട് നല്ലൊരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പാട്ടുണ്ടാക്കിയത് അയാളല്ല, നല്ല പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അയാൾ പാടുന്നവനെ നമ്മൾ നല്ല പാട്ടുകാരൻ. ഉണ്ടാക്കിയ ആളിനെ അല്ല പറയും. ഇനി ഉണ്ടാക്കിയ ആളാണെങ്കിലോ ഈ ആളാണ് ഉണ്ടാക്കുന്നത്, അയാളുടേതായ സംഭാവനകൾ ഉണ്ടാക്കുമെങ്കിലും അതിന് ഉണ്ടാക്കുന്നത് വേറെ ആളുകളായിരിക്കും. ഇപ്പൊ കാട്ടിലേക്ക് പിന്നെ പണി ചെയ്യുന്നവരായിരിക്കണം അതിന്റെ ഈണത്തിന്റെ ഒരു ആദ്യ രൂപം എന്ന് പറയും. എങ്കിലും നമ്മൾ കാട്ടിലുള്ള പാട്ടുകാരെയൊക്കെ വിളിച്ച്, ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ കണ്ടതാണ്, ആൻജിയമ്മയൊക്കെ വിളിച്ച് അവിടെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഒരു ഗായകനും അല്ലെ ഇവരൊക്കെ പറയുന്നു നല്ല പാട്ടായിരുന്നു കേട്ടാ, ഇനി കുറച്ചുകൂടെ നല്ലോണം പാടണമെന്നൊക്കെയാണ്. പാട്ടുണ്ടാക്കിയവരെ നമ്മൾ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് നമ്മൾ പറയുന്നതാണ്, ഇല്ല കുഴപ്പമില്ല, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ ഒരു നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് നമ്മളെക്കാൾ മോശപ്പെട്ട ആളുകൾ എത്തുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഈ തലതിരിഞ്ഞ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സമൂഹമാണ് നമുക്കുള്ളത്. സത്യം ഒരു സിസ്റ്റത്തിനകത്ത് പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കാണ്. പക്ഷെ ഫൂക്കോയുടെ വ്യവഹാരത്തിനെ സംബന്ധിക്കുന്ന സങ്കല്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യം അവിടെ നമുക്ക് പെറുക്കിയെടുക്കാം. ആ ഒരു അധികാര ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സത്യത്തെ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിനെ ഈ തലയിരിഞ്ഞതാണെന്ന് പറയാൻ പറ്റും. മനസ്സിലായില്ല? അതിന് സത്യം നിർണ്ണയിക്കപ്പെടുന്നു, അതിനപ്പുറത്ത് വേറെ സത്യമില്ല. ആ വ്യവഹാരത്തിനുള്ളിൽ സത്യം നിൽക്കുന്നു. നമ്മള് സ്വച്ഛന്ദ സത്യം പറയുമ്പോഴത്തേക്കും ഒരു ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്നു.
ഘടനയ്ക്കുള്ളിൽ ഒരു അർത്ഥം നിർമ്മിക്കപ്പെടുന്നു. അത് ആർബിട്രറി ആയിട്ട് നിർണ്ണയിക്കപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അവിടെ സ്ഥലമാണ്, ഇവിടെ കാലമാണ്. അപ്പൊ ആ സ്ഥലത്തിനകത്തുനിന്ന് ഒരു അർത്ഥം നിർമ്മിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അർത്ഥം കണ്ടെടുക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. സത്യത്തെ കണ്ടെടുക്കുന്നു, സത്യം നിർമ്മിക്കാൻ പറ്റില്ല. ഇത്തരം ഐഡിയോളജികളാണ് നമ്മൾ പിന്തുടരുന്നത്. മെറ്റാ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. മെറ്റാ ഹിസ്റ്ററിയിൽ അത് ഞാൻ പറഞ്ഞ ഈ വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഹൈഡൻ വൈറ്റ് പറയുന്നത്, എന്റെ ആമുഖത്തിൽ പറയുന്നത് ചരിത്രത്തിന്റെ ചരിത്രം എന്നത് സംഭവങ്ങളുടെ രേഖപ്പെടുത്തലല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത് ചരിത്രം കണ്ടെത്തുന്ന വസ്തുക്കൾ, ചരിത്രം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ചരിത്രം നിലവിലുള്ളതിനെ രേഖപ്പെടുത്തും. സാഹിത്യം എന്ന് പറയുന്നത് ഭാവനയെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചരിത്രവും സാഹിത്യമാണ് എന്ന് പുള്ളി പറയുമ്പോൾ ഈ ഭാവന എന്ന് പറഞ്ഞൊരു കെട്ടുകഥ എന്നുള്ള അർത്ഥത്തിലാണ് നൽകുന്നത്. ഈ ഭാവന എന്ന് പറഞ്ഞ കെട്ടുകഥയല്ല. അല്ലെ, ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആഖ്യാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഭാവന എന്ന് വിളിക്കുന്നത്. അത് ഇല്ലാത്തതിനെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇല്ലാത്തതിനെ നമ്മൾ ആഖ്യാനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ജീവിതം അല്ലെങ്കിൽ ജീവിതത്തെ നമ്മൾ ക്ഷണികമാണ് എന്ന് ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഒരു പൂവിന്റെ കഥ എടുക്കും. അങ്ങനെ ഒരു പ്രതീകം പോലെ തന്നെയാണ് നമ്മൾ ഈ ഭാവന കൊണ്ടുവരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ സാഹിത്യത്തിലായാലും ചരിത്രത്തിലായാലും ഭാവനയുമുണ്ട്, ആണെങ്കിൽ യാഥാർത്ഥ്യവുമുണ്ട്, ഭാവനയുമുണ്ട്. രണ്ടും അങ്ങനെ വിപരീത പദമൊന്നുമല്ല. അതുപോലെ തന്നെ അതിനൊരു പ്രച്ഛന്നമായിട്ടുള്ള ഭാവന പ്രത്യക്ഷപ്പെടാം. ഇപ്പൊ മഴ പറഞ്ഞാണ് കേരളം ഉണ്ടായി എന്ന് പറയുന്നത് ഒരു പ്രച്ഛന്ന ഭാവനയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ ചരിത്രമുണ്ട്. ബ്രാഹ്മണാധിപത്യമാണ് കേരളത്തിൽ നിർമ്മിച്ചത് എന്ന് പറയുന്ന ഒരു കാലത്തെ വിശ്വാസം ഈ പറയുന്ന ഈ കഥയിലുണ്ട്. ചരിത്രം കഥ എന്ന് പറയുമ്പോൾ അതിന് അകത്തൊരു യാഥാർത്ഥ്യം, അതിനെ ഈ ഹൈഡൻ വൈറ്റ് തള്ളിക്കളയും. ഇതെല്ലാം ഒരു ഫിലോസഫിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സബാൾട്ടൻ സ്റ്റഡി നമ്മൾ പറയും. അപ്പൊ അവിടെ നമ്മളെ കീഴാളം എന്ന് പറഞ്ഞ് നിർണ്ണയിക്കും. അതായത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായി വരുന്ന ഒരു തിയറിയാണ്. അപ്പൊ അത് കീഴാളം എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വംശീയതയാണ് അവിടുത്തെ മാനദണ്ഡം. അധസ്ഥിത വംശത്തിൽപ്പെട്ടതാണ്. അതിന്റെ ശത്രു സവർണൻ. ഈ സവർണ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിർണായകമായിരുന്ന കാലം കഴിഞ്ഞു. ജാതി വ്യവസ്ഥ, ജാതി കാരണം നമ്മളെ ഒഴിവാക്കിയിരുന്നു. സ്ഥലത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ജാതിയായി. ആ വ്യവസ്ഥ മാറി. ഇന്ന് നമുക്ക് സ്ഥലത്തിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ടോൾ കൊടുക്കണം. പണം മാനദണ്ഡമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൈസ ഇല്ലാത്തവർ ഏതെങ്കിലും ഒരു ഇടുങ്ങിയ വഴി കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ പണം മാനദണ്ഡമാവുകയാണ്. എന്നാൽ പഴയ ജാതിയുടെ അവശിഷ്ടങ്ങൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നതും ഒരു ഈ പറയുന്ന ഇന്നത്തെ ഒരു ക്യാപിറ്റലിസ്റ്റുകൾ തന്നെയാണ്, മുതലാളിത്ത സമൂഹം തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലെ, പഴയ ചിഹ്നങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ബ്രാഹ്മൺ സാമ്പാർ പൊടി എന്നൊക്കെ പറഞ്ഞ് പഴയ ബ്രാഹ്മണന്റെ വലിയ സാമ്പാർ ഉണ്ടായിരുന്നെന്നും ആ സാമ്പാറാണ് ഈ സാമ്പാറെന്നും ഒക്കെ പറയുന്നത് അവരുടെ ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അത്തരത്തിൽ പുതിയ കാലഘട്ടത്തിന്റെ അധികാരത്തെ ഇവർ മറച്ചു പിടിക്കുകയും ഇല്ലാത്ത ഒരു അധികാര വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ദളിതൻ സവർണൻ എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം കൊണ്ടുവരും. ഇതെല്ലാം ബാധ്യസത്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലെ? അപ്പൊ അത് ആ ജാതിയുടെ അവശിഷ്ടങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഉപയോഗിക്കുകയും ഇന്നത്തെ അധികാര വ്യവസ്ഥ അതല്ല. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കീഴാള പഠനങ്ങളിലൂടെ നമുക്ക് സവർണതയെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കീഴാള അല്ലെങ്കിൽ ദളിതൻ ഓപ്പോസിറ്റ് ആയിട്ട് സവർണനെ കൊണ്ടുവരുമ്പോൾ ദളിത് പഠനങ്ങളിലൂടെ സവർണ പ്രത്യയശാസ്ത്രത്തെയും കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഇതിൽ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ആളുകളുടെ ഒരു ഉപയോഗമാണ്, അതൊക്കെയുള്ള ഒരു സന്തോഷം അതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇവിടെ ഇപ്പൊ ഐജാസ് അഹമ്മദ് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന 80-ക്ക് ശേഷം ഇവിടെ ഇന്ത്യയിൽ ഈ സബാൾട്ടൻ സ്റ്റഡി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാകുന്നത്. ഇവര് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്, ഈ സംഘത്തിലുള്ളവർ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം ഐജാസ് അഹമ്മദ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ കിട്ടുന്ന അത് അതുപോലെ സ്വീകരിക്കുകയാണോ, അതോ അതിന് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വിഷയം. അതുപോലെ ഇതേ സാധനം തന്നെയാണ് ഇപ്പൊ പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവരുന്ന ഒരു ദ്വന്ദ്വം. നേരത്തെ നമ്മൾ ജാതി എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്ഥലപരമായ ഒരു ദ്വന്ദ്വം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലെ? ഒപ്പം ഈ പറയുന്ന ബ്രിട്ടീഷുകാർ, നമുക്കറിയാലോ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പോയി, പക്ഷെ അവരുടെ സാംസ്കാരിക അവശിഷ്ടങ്ങൾ നമ്മളിലുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു കാര്യത്തെ പഠിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനുമുള്ളവരെ പാതി സത്യം അതിനകത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ നേരെ ജാതി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ കഴിഞ്ഞുപോയ ഇല്ലാതായ
ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നമ്മൾ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നത് ബ്രിട്ടീഷുകാരല്ലല്ലോ. അപ്പൊ അത് അതായത് ഒരു ക്യാപിറ്റലിസത്തിന്റെ മൂലധനമായിട്ട് ഈ പറയുന്ന കൊളോണിയൽ ബോധം മാറുമ്പോൾ നമ്മൾ ഈ ആർക്കെതിരെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പോസ്റ്റ് കൊളോണിയൽ എന്ന് പറഞ്ഞ നമ്മൾ ഇരിക്കും. അതുപോലെ ഇപ്പൊ സെയ്ദിന്റെ ഓറിയന്റലിസത്തിൽ വരുമ്പോൾ പാശ്ചാത്യർ അല്ലെ, ഈ പറയുന്ന കിഴക്ക് അല്ലെ, പാശ്ചാത്യ ഇങ്ങനെയുള്ള ഒരു വിഭജനം അല്ലെ, പാശ്ചാത്യർ കിഴക്കിനെ അതറായിട്ട് കണ്ടു എന്നുള്ളതാണല്ലോ എഡ്വേർഡ് സെയ്ദിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കിഴക്ക് എന്ന് പറയുന്ന അല്ലെ, പാശ്ചാത്യർ നിർവചിച്ച തന്നെ ഒരു കിഴക്കിനെ ഒരു അല്ലെ ഓറിയന്റലിസ്റ്റുകൾ കൊണ്ടുവരുന്ന ഇന്ത്യയെ നമുക്കറിയാം. ഇന്ത്യൻ ആത്മീയതയുടെയും മറ്റും രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായി വരികയും ചെയ്യും. അതുപോലെ ഈ ഇവിടുത്തെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളെ നമ്മൾ മറക്കുകയും ഇവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കൊളോണിയലിസം, ഇപ്പൊ ജാതി ബ്രാഹ്മണാധിപത്യം ഇതൊക്കെ ഉണ്ടായിരുന്ന അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന പുതിയ അധികാരത്തെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റും. നമ്മൾ ആലോചിക്കണം, ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിലാണ് പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസം വരുന്നത്. അപ്പൊ നമുക്ക് യഥാർത്ഥ ശത്രുവിനെ നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ യൂറോപ്യർ ഇങ്ങോട്ട് ആക്രമിച്ചു, ഇങ്ങോട്ട് അതർന്ന് പറയുമ്പോൾ യൂറോപ്പിൽ തന്നെ അതറുകളുണ്ട്. ഇപ്പോ അയർലൻഡ് പോലുള്ള സ്ഥലങ്ങൾ ബ്രിട്ടൻ എന്താണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ അമേരിക്കയിൽ തന്നെ ഇപ്പോ പ്യൂട്ടോറിക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോഴാണ് അതിന് വോട്ടവകാശം കിട്ടിയത്. അങ്ങനെ ഈ പറഞ്ഞ അവിടെ തന്നെ അതറുകളുണ്ട്, ഇവിടെയും അതറുകളുണ്ട് അല്ലെ, ഇവിടെയും ഉപരിവർഗവും അധസ്ഥിത വർഗവും ഉണ്ട്. അപ്പൊ സ്ഥലപരമായ ഒരു തരം വിഭജനം അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു വിഭജനത്തിലൂടെ നമുക്ക് യാഥാർത്ഥ്യത്തെ നമുക്ക് മറച്ചു പിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. എല്ലാ പഠനങ്ങളും ഇപ്പൊ ജെൻഡർ പഠനങ്ങൾ, ലിംഗസങ്കല്പ പഠനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വരുന്നതാണല്ലോ. ഇപ്പൊ ഫെമിനിസം, ഈ പറയുന്ന പുരുഷത്വ പഠനങ്ങൾ, ക്യൂർ സ്റ്റഡി, ഇങ്ങനെയൊക്കെയുള്ള ഇത് കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മളിപ്പോ നിർവചിക്കുമ്പോൾ നമ്മൾ പറയും സ്ത്രീ എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക വസ്തുവാണ്, അല്ലെങ്കിൽ സാംസ്കാരിക ഉൽപ്പന്നമാണ്, സാമൂഹിക അധികാര ഘടനയും സാംസ്കാരികമായ മാനദണ്ഡങ്ങളുമാണ് അല്ലെ ഈ പറയുന്ന ജെൻഡറിനെ നിർമ്മിക്കുന്നത്. ലിംഗം എന്ന് പറയുന്നത് വെറും പെണ്ണാണ്, വെറും ശരീരമാണ്. ജെൻഡർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സാംസ്കാരിക ഉൽപ്പന്നമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പഠിച്ചെത്തുന്നത് അവിടെ തന്നെയായിരിക്കും അല്ലെ. നമ്മുടെ ദ്വന്ദ്വം ഇത് തന്നെ, സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ലിംഗപരമായ ദ്വന്ദ്വത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ആണെങ്കിൽ അവർണ സ്ത്രീ സവർണ പുരുഷനൊക്കെ ആക്കും. അതുപോലെ ആൺ പെൺ ലിംഗഭേദവും ട്രാൻസ്ജെൻഡറും ദ്വന്ദ്വമാക്കിയെടുക്കും അല്ലെ. അങ്ങനെ അത് ചുരുക്കി പറഞ്ഞാൽ അല്ലെ സ്ത്രീ പുരുഷ ദ്വന്ദ്വത്തിൽ തന്നെ നിൽക്കും അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ സ്ത്രീയെ നിർമ്മിക്കുന്നത് അധികാരവും രാഷ്ട്രീയവും ആണെന്നുണ്ടെങ്കിൽ അല്ലെ, സ്ത്രീയുടെ അധസ്ഥിതാവസ്ഥയെ നിർമ്മിക്കുന്നത് അധികാരവും രാഷ്ട്രീയവുമാണെങ്കിൽ നമ്മൾ വിമർശിക്കുന്നത് അധികാരത്തെയും രാഷ്ട്രീയത്തെയും ആവണം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യില്ല. നമ്മുടെ ദ്വന്ദ്വം ഈ അല്ലെ മാക്സിമം ഈ പാട്രിയാർക്കൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അതൊരു ഫ്യൂഡൽ പുരുഷനാണ് നമ്മുടെ ശത്രു എന്നും നമുക്ക് തോന്നും. അങ്ങനെ ഒരു അല്ലെ കൃത്രിമമായിട്ടുള്ള ഒരു ശത്രുവിനെ കൊണ്ടുവരും അല്ലെ. ഇപ്പൊ ആണായിരിക്കും പെണ്ണ്, ഇപ്പൊ ഇപ്പോഴേ നമ്മൾ ട്രാൻസ്ജെൻഡർ പഠനങ്ങളിൽ എത്തുമ്പോൾ ആണായിരിക്കുന്നതും പെണ്ണായിരിക്കുന്നതും പാപമാണ് എന്ന് പറയുകയും ചെയ്യും അല്ലെ. ഇപ്പൊ ആണത്വം ഒരു മിത്താണെന്നൊക്കെ പറയാം, പെണ്ണത്വം ഒരു മിത്താണെന്നൊക്കെ പറയാം. പക്ഷേ ആണായിരിക്കുക പെണ്ണായിരിക്കുക എന്തോ കുഴപ്പമാണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള പഠനങ്ങളായിട്ട് അത് മാറും അല്ലെ. ട്രാൻസ്ജെൻഡർ അല്ലെ ഒരു മഹത്വം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, ശാരീരിക അസ്തിത്വമാണ് ആ മഹത്വത്തിന് പ്രധാനം. അവരുടെ സാംസ്കാരികമായ അസ്തിത്വമല്ല, രാഷ്ട്രീയമായ അസ്തിത്വമല്ല. അപ്പൊ അവിടെ മാനദണ്ഡം ശരീരം തന്നെയായിട്ട് മാറുകയും ചെയ്യും. അത് എവിടെ തുടങ്ങുന്നു അവിടെ തന്നെയായിട്ട് മാറും. ഈ പറയുന്ന ദ്വന്ദ്വം എന്താണ്, ജെൻഡർ സെക്സ് ജെൻഡർ നമ്മൾ വേർതിരിച്ച് പറയുകയും പഠിച്ച് അവസാനം ഈ സെക്സിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം പഠന മേഖലകളിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ ചില രീതിശാസ്ത്രങ്ങൾ എത്തിച്ചേരുന്നു. ഇപ്പൊ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. കമ്പ്യൂട്ടറിന്റെയും ഹ്യൂമാനിറ്റീസിന്റെയും തരത്തിലുള്ള ഒരു അന്തർവൈജ്ഞാനിക പഠന മേഖലയായിട്ട് മാറുന്നു അല്ലെ. അപ്പൊ ഇവിടെ അതായത് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക മേഖല എന്നുള്ളതല്ല, മറിച്ച് അതൊരു നമ്മുടെ ഒരു രീതിശാസ്ത്രമായിട്ട് ഇനി മാറും അല്ലെ. നമ്മൾ ഈ മെറ്റീരിയൽ എല്ലാം ഡിജിറ്റലായിട്ട് മാറുമ്പോൾ അല്ലെ, സാഹിത്യത്തിന്റെ പാറ്റേണുകൾ, അതുപോലെ ഈ ഡേറ്റ പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റ് മൈനിങ് എന്നൊക്കെ നമ്മൾ ഇനിയിപ്പോ കേട്ടു അല്ലെ. ഡേറ്റ വിഷ്വലൈസേഷൻ, ഡിജിറ്റൽ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നമുക്കൊരു ഇപ്പോ ഒരുപാട് ഡേറ്റകൾ വരുമ്പോൾ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു രീതിയാണ് അല്ലെ. അപ്പോഴും നമ്മൾ മിക്കവാറും ഡേറ്റയിൽ തന്നെ നിൽക്കുമായിരിക്കും. എങ്കിലും
അതൊരു പഠന മേഖലയായിട്ട് നമുക്ക് വരാൻ സാധ്യത ഉള്ളതാണ്. അല്ലെ? ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് മലയാള സാഹിത്യം മുഴുവനും ഡിജിറ്റലായി മാറിക്കഴിഞ്ഞാല് നമുക്ക് പല ഗവേഷണങ്ങളും നടത്താം. ഇപ്പോ മലയാളത്തിലെ മുഴുവൻ എഴുത്തുകാരെ ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയൊക്കെ വരുന്നത് ഈ ഡേറ്റയ്ക്ക് പുറത്തുള്ള ആളുകൾ അധസ്ഥിതരായിട്ട് ചണ്ടാലരായിട്ട് മാറുന്ന ഒരവസ്ഥ വരും. അപ്പൊ എന്തായാലും ഈ ഡേറ്റ മുഴുവനും എത്തിയാൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാലപ്രത്യയം കൂടുതൽ ഉപയോഗിച്ചതായി എന്നൊരാൾ പഠിക്കുന്നു എന്ന് സങ്കല്പിക്കുക. മലയാള എഴുത്തുകാരിന്റെ ഈ കാലപ്രത്യയങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ക്രിയാപദങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതായ എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് ചില നിഗമനങ്ങളിൽ എത്താം. അല്ലെ? ഭൂതകാലത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഭൂതകാല പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെ ചില പ്രത്യേക കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ക്രിയാപദങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ ഈ വലിയ ഡേറ്റകൾ അനലൈസ് ചെയ്യുന്നതിന്റെ ഒരു സഹായകമായിട്ട് ഈ പറയുന്ന സാധനം മാറുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് അതുപോലെ പല പല പഠനങ്ങൾ ഇപ്പൊ നമുക്കിപ്പോ സൈബർ സ്പേസിലുള്ള വൈറലായ വീഡിയോ മുഴുവനും നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അത് വൈറലാവാനുള്ള ഒരു അൽഗോരിതം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിന്റെ സാമാന്യ സ്വഭാവം ഉണ്ട്. അല്ലെ? അതൊരു ആ സാമാന്യ സ്വഭാവത്തിന് ഡിജിറ്റൽ മുതലാളിത്തവുമായിട്ട് എന്താണ് ബന്ധമുള്ളത്, അല്ലെ ഏതു തരം വീഡിയോകളാണ് നമുക്ക് ഇങ്ങനെ വൈറലാവുന്നത്. അപ്പോൾ വലിയ ഡേറ്റയാണ്. ആ ഡേറ്റ നമുക്ക് വിശകലനം ചെയ്യാൻ നമുക്ക് സഹായിക്കും. അങ്ങനെ പല പല ടെക്നോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ് വരുന്നത് ടെക്നോളജി മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, വ്യക്തിബന്ധങ്ങളെ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും പഠിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ഷെറി ടർക്കിൾ എന്ന് പറയുന്ന ഒരാളുടെ. അപ്പൊ അത് അത്തരത്തിലുള്ള പല പഠനങ്ങളും നമ്മളിപ്പോ സിനിമകളൊക്കെ അത് നമ്മൾ മുമ്പേ കാണുന്നതാണ്, നമ്മൾ പലപ്പോഴും എഴുതിയിട്ടുള്ളതുമാണ്. സിനിമകളിലൊക്കെ കാണുന്ന ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഈ വ്യക്തിബന്ധങ്ങളെ ആദേശം ചെയ്യുന്നത്. നമ്മളിപ്പോ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പ് ഇപ്പൊ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു പെൺകുട്ടി ആൺകുട്ടി ആകുമ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന് അവർ എപ്പോഴെങ്കിലും നോക്കും ഒരു പ്രാവശ്യം. പക്ഷെ ഇപ്പൊ നമ്മള് മൊബൈലിലാണ് നോക്കുന്നത്. ഇപ്പൊ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിനെ ആദേശം ചെയ്യും വിധം മൊബൈൽ മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്, ഇനി വരാനിരിക്കുന്നതാണ് നമുക്കുള്ളത്. അല്ലെ? പണ്ട് മതം എങ്ങനെയാണോ സ്ത്രീയെയും പുരുഷനെ അകറ്റിയത്, അതുപോലെ ഈ ടെക്നോളജി സ്ത്രീയെയും പുരുഷനെ അകറ്റുന്നു എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ ഈ പറയുന്ന വേറെ ബന്ധങ്ങളും അല്ലെ ഒരു പ്രത്യേക ഒരു സമൂഹമായിട്ട് മാറും. പല പല രോഗങ്ങൾ, പല പല ബന്ധങ്ങൾ, അല്ലെ അങ്ങനെ പല പല ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ പറഞ്ഞ മതം എന്തൊക്കെ ഈ പറയുന്ന സെക്സ് വേരിയേഷനുകളെ നിർമ്മിച്ചു കഴിഞ്ഞോ അല്ലെ അതുപോലുള്ളതിലേക്ക് നമുക്ക് ചെന്നെത്തിച്ചേരും എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള പഠന മേഖലകള് പിന്നെ നമ്മള് ഇപ്പൊ ഈ ട്രോമ തിയറി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈ അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വരുന്ന ഒരു തിയറിയാണ് ഈ ട്രോമ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മള് അറിയാലോ മാനസികാഘാതങ്ങളെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. ഇത് കൂട്ടത്തോടെ അനുഭവിക്കുന്ന ചില മാനസികാഘാതങ്ങളുണ്ട്, വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നതുമുണ്ട്. ഇപ്പോ ഇത് പഠിച്ചു തുടങ്ങുന്നത് ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങളാണ്. ഹിറ്റ്ലറുടെ ഈ ജൂതന്മാരെ കൂട്ടക്കൊല കൊല്ലുന്നുണ്ടല്ലോ, 60 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊല്ലുന്ന അതിനെ സംബന്ധിക്കുന്ന പഠനങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. അത് കുറെ കൂടെ മുമ്പെയാണ്. അപ്പൊ ഇപ്പോൾ വരുന്നതിന് കാരണം ഇപ്പൊ ഈ പ്രകൃതി ദുരിതം, പ്രവാസം, വ്യക്തിപരമായ ദുരന്തങ്ങൾ, രോഗം, പ്രകൃതി ദുരന്തം, അങ്ങനെ കുറെ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ട്രോമ ഉണ്ടായി വരുന്നത്. അപ്പൊ ട്രോമ ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ ആഖ്യാനങ്ങളിൽ വരുന്ന പ്രത്യേകത, ആഖ്യാനങ്ങൾ ഇങ്ങനെ രേഖീയമായിട്ട് പ്രത്യക്ഷപ്പെടാറില്ല. നമ്മളിപ്പോ സിനിമകളൊക്കെ നമ്മൾ ഈ കൊറോണ വരുന്ന സമയത്ത് സിനിമകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവുക എഴുതിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോ ചില ചിഹ്നങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ സിനിമകളിലൊക്കെ നമ്മൾ ഈ ചിത്രങ്ങളിലും ഒക്കെ ഈ ജനാലകൾ കാണും. നമ്മളിങ്ങനെ അടച്ചിടുമ്പോൾ നമുക്ക് ജനാലയുടെ അടുത്ത് പോയി നമ്മൾ പുറത്തേക്ക് നോക്കും അല്ലേ? അതുപോലെ നമ്മൾ യഥാർത്ഥത്തില് അംഗഭംഗം വന്നവരെ പോലെ നമ്മൾ പെരുമാറും. ഒരു ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരും, മാനസിക രോഗങ്ങളുടെയും മറ്റുമൊക്കെ അവസ്ഥയിൽ എത്തിച്ചേരും. ഇത് നമ്മൾ കലയിൽ പഠിക്കുന്നു അല്ലെ, അതുപോലെ ആഖ്യാനങ്ങളിൽ പഠിക്കാൻ പറ്റുന്നതും അങ്ങനെ ഒരുപാട് ഈ പറയുന്ന കൊറോണാനന്തര പല മനഃശാസ്ത്രം പഠിക്കും, പല പല മേഖലകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സങ്കല്പമാണ് ഈ പറയുന്ന ഈ ദുരന്ത മുതലാളിത്തം എന്ന് പറയുന്ന ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയുന്ന മറ്റൊരു ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ 2007 ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഈ ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. നവോമി ക്ലീൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകർ എഴുതിയതാണ്. അപ്പൊ അവരത് പറയുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ പോലുള്ള സംഭവങ്ങൾ
ഈ മുതലാളിത്ത ഭരണകൂടങ്ങൾ അവരുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള അവസരമാക്കി എടുക്കും, അല്ലേ? അതായത് സാമ്പത്തിക നയങ്ങൾ, മറ്റു സന്ദർഭങ്ങളിൽ എതിർക്കപ്പെടാവുന്ന ചില നയങ്ങൾ, സ്വകാര്യവൽക്കരണം, ചെലവ് ചുരുക്കൽ നടപടികൾ, പൊതുമേഖല വിറ്റഴിക്കൽ, ശമ്പളം കൊടുക്കാതിരിക്കുക, പിരിച്ചുവിടുക, അല്ലെ, ഇങ്ങനെയുള്ള അവരുടെ പ്രതിസന്ധികളെ എങ്ങനെയാണ് മുതലാളിത്തം അനുകൂലമാക്കി എടുക്കുന്നത്. അതാണ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, ദുരന്ത മുതലാളിത്തം എന്ന് പറയുന്ന അതാണ്. ഈ പല പല ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു സ്ഥലം ഒഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവർ വരുന്ന അതിന്റെ കമ്മീഷനുകൾ, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. ഇവിടെ തന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കൊറോണ അടച്ചിട്ട സമയത്തൊക്കെ, അടച്ചിട്ടത് തന്നെ യുക്തിപരമായിട്ടല്ല എന്ന് പിന്നീടും അന്ന് അക്കാലത്തും തന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് കൊറോണ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്, അല്ലെ? ആദ്യമാണെങ്കിൽ ആ വഴി പോയ ആ വഴികൾ മുഴുവൻ അടച്ചിരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഗോള തലത്തിൽ വരുന്ന ഒരുതരം എന്താണ് ആസൂത്രിതം എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഇടപെടൽ, അതായത് ദുരന്തവും അവർ തന്നെ ഉണ്ടാക്കുന്നു, അല്ല അതിന്റെ പരിഹാരവും അവർ തന്നെ ഉണ്ടാക്കും. ഈ പണ്ട് മതം ചെയ്ത സാധനം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ. നമുക്ക് ദുരന്തം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പരിഹാരം ഉണ്ടാകുന്നതും ഒക്കെ പുരോഹിതന്മാര് തന്നെയാണ്. പിന്നെ മതത്തിന്റെ മാനസിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതും പുരോഹിതന്മാര് തന്നെ. ആ ഒരു സംഭവം തന്നെയാണ് ഈ ദുരന്ത മുതലാളിത്തം വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദുരന്തവും പരിഹാരവും ഒരേപോലെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സാധാരണ വയ്യാതെ നടക്കുന്ന ട്രോമ അനുഭവിക്കുമ്പോഴാണല്ലോ എന്റെ മതത്തിൽ ചേരൂ, എന്നെ ആള് രക്ഷിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈ പറയുന്ന പ്രശ്നങ്ങൾ പഠിക്കപ്പെടാവുന്ന ഒരു മേഖലയാണ്. പല സാഹിത്യം മാത്രമല്ല, പല മേഖലകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇതാണ്, ഇത്തരം ഈ ആശയലോകം, ഈ പറഞ്ഞ ആശയലോകം മിക്കവാറും എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന പ്രശ്നമേഖലകളാണ്. അതുകൊണ്ട് വിഷയം തിരിച്ച് ഞാൻ പറയുന്നില്ല. ഈ ഒരു രീതിശാസ്ത്രം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ വിഷയങ്ങളെയും നമ്മൾ സമീപിക്കുന്നത്. ഇതിന്റെ ഒരു ഫിലോസഫിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് സമൂഹത്തിൽ തൊടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആവശ്യം എന്ന് പറയുന്നത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പരിമിതി ഉണ്ടെന്ന് പോലും മനസ്സിലാവൂ. നമുക്കൊരു പ്രശ്നമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പൊ നമ്മൾ പുതിയ തത്വം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിലോസഫി വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഫിലോസഫി എന്താണ്? ഈ നിർമ്മിക്കുന്നതിനെ മാനദണ്ഡമാക്കണം, അല്ലെ? പ്രോസസ്സ് ഇതാണ്. മുൻകൂട്ടിയുള്ള സത്യമോ പെറുക്കിയെടുക്കുന്ന സത്യമോ അല്ല, സത്യത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സ്. ഒരാളെ എന്താണ് ഒരു കുടം നിർമ്മിച്ചെടുക്കും. ഇതിന്റെ അവകാശി ആരാണ്? അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ എന്താണ്? ഇതിന്റെ ആത്മാവാണെന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവച്ച് വിൽക്കുന്ന കടക്കാരനാണ്? അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്കത് ഒരു ഡ്രസ്സ് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്നു, അല്ലെ? അത് നിർമ്മിച്ച ആളാണെന്ന് അറിഞ്ഞതാ, പക്ഷെ അത് വിൽക്കുന്ന കട ലോകപ്രശസ്തമാണ്. നിർമ്മിക്കുന്നതിന് കിട്ടുന്നത് ഈ പറയുന്ന 100 രൂപയിൽ നിന്ന് ഒരു രൂപ എനിക്ക് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഒരു തലതിരിഞ്ഞ ലോകം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇടനിലക്കാരന് പ്രാമുഖ്യം കിട്ടും. പണ്ടും അങ്ങനെയാണ്, അല്ലെ? ഈ മതത്തിന്റെ കാലത്ത് ഇടനിലക്കാരനെ പുരോഹിതനെ നമ്മൾ വിളിക്കുന്നു. ഇന്ന് നമുക്ക് ആമസോൺ മുതലാളി വലിയ പണക്കാരനാണ്, അല്ലെ? അങ്ങനെ പണക്കാരാവുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അയാൾ വിൽക്കുന്ന സാധനങ്ങൾ നിർമ്മിച്ച കർഷകൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഷയം വരുന്നത്. അപ്പോഴാണ് ഒരു തലതിരിഞ്ഞ ലോകമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മുതലാളിത്തം എന്ന് പറയുന്നത്, അല്ലെ? നമ്മളിപ്പോ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഡിസാസ്റ്റർ ക്യാപിറ്റലിസത്തിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് ദുരന്തം ഉണ്ടാക്കുന്നു, മുതലാളിത്തം ദുരന്തം ഉണ്ടാക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു, അവർ രക്ഷിക്കുന്നു എന്ന് പറയുന്ന അതുപോലെ, അല്ലെ? ഈ പറയുന്ന ദുരന്തം ഉണ്ടാക്കുന്നതും രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗത്ത് നിൽക്കുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫിയെ ബേസ് ചെയ്ത് നമ്മൾ ഗവേഷണത്തെ നിർവചിക്കുകയും വിഷയങ്ങളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന എന്തുകൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ കർഷകന് കടം എന്നുള്ളതിൽ ഉത്തരത്തിൽ നമ്മൾ നിൽക്കില്ല. നമ്മൾ വരുന്ന ആഗോള നയങ്ങളാണ്, അല്ലെങ്കിൽ ആ കൺമുമ്പിൽ കണ്ട ബാങ്കുകാരന്റെ പ്രശ്നം മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മളൊരു എന്തുകൊണ്ട് കർഷകൻ മരിക്കുന്നു എന്ന് പറയുന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുമ്പോൾ അയാൾക്കുള്ള താൽക്കാലിക പ്രശ്നങ്ങളല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതും പ്രശ്നമാണ്. അത് മാത്രമാണ്, മറിച്ച് ചില നയങ്ങളിൽ നമ്മൾ ഒപ്പിടുമ്പോഴത്തേക്ക് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പൊ ഡിജിറ്റൽ നമ്മൾ ലോക്ക്ഡൌൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡിജിറ്റൽ വ്യാപാരികൾ ഉയർന്നു വരും.
അല്ലെ? പക്ഷെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം തകർന്നു പോകും അല്ലെ? നമ്മൾ ആ സമയത്ത് ചില വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ അവസരമാണെന്ന് കണ്ട് ചിലപ്പോൾ നടപ്പിലാക്കി ചിലപ്പോൾ. ഞാൻ ഇങ്ങനെ ഒരു ഒരു ദുരന്തങ്ങളിലൂടെ നുഴഞ്ഞു കയറി വലുതാവുന്ന ഒരു ക്യാപിറ്റലിസത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഗവേഷണം സാധ്യമാവുമോ, അല്ലെങ്കിൽ ഗവേഷണ പ്രശ്നങ്ങൾ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഗവേഷണത്തിലേക്കുള്ള ഒരു ആദ്യത്തെയും അവസാനത്തെയും ചുവടുവെപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. അവസാനിപ്പിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ അറിയാമെങ്കിൽ പറയും കേട്ടോ. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ മാഷിനോട് ചോദിക്കാം. പക്ഷെ രജിതയാണ്. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. നന്ദി അറിയിക്കുകയാണ്. ശരി, താങ്ക് യു. മറ്റാരെങ്കിലും? ആർക്കും വലിയ ഗവേഷണ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? അവസാനിപ്പിക്കാമല്ലോ സാറേ. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. അങ്ങനെ കഴിയുന്നത്ര ഈ വിഷയങ്ങളിലെ ചർച്ചകൾ കൂടി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മാത്രമാണ് ഒരു സെഷൻ അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നത്. നിങ്ങൾ എല്ലാവരും ഗവേഷകരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടർച്ചയായി ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ സജീവമായിട്ട് ചർച്ചകൾ ഇടപെടുന്നൊരു അഭിപ്രായം കൂടിയുണ്ട്.